ബികോമും BA-യും ഹോം സയൻസും കമ്പ്യൂട്ടർ എന്തിനെല്ലാം ഇപ്പൊ ഖുറാഫി പെൺകുട്ടികൾ പോകണം. അതിലൊക്കെ മുസ്ലിയാക്കന്മാരുടെ സ്ഥാപനം നടത്തി മുസ്ലിം നഴ്സിനെ ആവശ്യമുണ്ട്. പുത്തമ്പള്ളിയാരത്തിലെ ആശുപത്രിക്കായി മുസ്ലിം ഉള്ളിലിരുന്നാ ഉണ്ടാവുമോ? ഏറ്റവും അഫ്ളലായത് പഠിക്കാതെക്കലാണെന്ന് പറഞ്ഞാലേ. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു മുസ്ലിം അവരുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് പോവുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഇസ്ലാമിന് നിരക്കാത്ത വല്ലതും വന്നു പോകുന്നുണ്ടെങ്കിൽ, പെണ്ണിന്റെ സംസ്കാരം നശിച്ചു പോകുന്നുണ്ടെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ കുറച്ച് ന്യായം ഉണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞ എന്താണ്? അതല്ല, ഹറാമന്നെയാണ്, ഹറാമന്നെ ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറഞ്ഞേക്കണത് മുജാഹിദീങ്ങൾ സ്കൂൾ ഉണ്ടാക്കി, ജമാഅത്ത് സ്കൂൾ ഉണ്ടാക്കി, മതവിരുദ്ധ സ്കൂൾ ഉണ്ടാക്കി, അവിടെ പോയി ഞങ്ങളെ പെൺകുട്ടികൾ പേക്കുന്നലൊക്കെ ഹറാമ് ചെയ്തോട്ടെ നോക്കലാണ്. എങ്ങനെയുണ്ട്? എന്നിട്ട് എന്റെ ഒരു ക്ലിപ്പ് ദുർവ്യാഖ്യാനോ, ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തപ്പോ ക്ലിപ്പും ദുർവ്യാഖ്യാനം ചെയ്യൽ തുടങ്ങി. ക്ലിപ്പിൽ ഞാൻ പറഞ്ഞത് ഇവര് പറഞ്ഞിട്ട് എന്താ വ്യത്യാസം? ഇവര് പറഞ്ഞ എന്താണ്? പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിച്ചാല് പേച്ചു പോകുന്നുള്ളത് കൊണ്ട്, അല്ല, കയ്യെഴുത്ത് പഠിക്കൽ ഹറാമാണ്, പക്ഷെ മുജാഹിദ് സ്കൂളിൽ പോയാൽ പേച്ചു എന്നൊക്കെ ഞങ്ങൾ തുടങ്ങിയതാണ്. ഇതൊന്നും സാധ്യതയില്ലാത്ത എത്രയോ പെൺകുട്ടികളില്ലേ മുജാഹിദ് സ്കൂളിൽ പോയി പേക്കുന്നോ, മതവിരുദ്ധ സ്കൂളിൽ പോയി പേക്കുന്നോ സാധ്യത. അവരെങ്കിലും സ്കൂൾ പഠിപ്പിക്കാതെ മാതൃക കാണിക്കണ്ടേ? വെറും ഖുർആൻ ഓതാനും നിസ്കാരത്തിലെ ദിക്റും അതുപോലെ തന്നെ ആയത്തും ഹദീസും മനസ്സിലാക്കാനും മാത്രം പഠിപ്പിച്ചിട്ട് ഈ പേച്ച കാലത്ത് മാത്രമല്ല, അന്ന് നിങ്ങൾ പറഞ്ഞ എന്താ? ആ കാരണം ഇന്നല്ലേ അധികം പ്രേമലേഖനം എഴുതിക്കളയും, ഇന്നല്ലേ കൂടുതല്. അപ്പൊ എന്നാ തീരെ പറഞ്ഞേക്കാൻ പാടില്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, പണ്ട് സംഭവിച്ച തെറ്റ് ഇപ്പോ പൂക്കോട്ടൂരൊക്കെ സംഭവിച്ചു. ഇനി അങ്ങനെ എന്തെങ്കിലും അബദ്ധം സമസ്തക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സമസ്തയുടെ നയമായിട്ട് നിങ്ങൾ കാണണ്ട. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരണികളൊക്കെ പണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ടാവും പാവപ്പെട്ട ആളുകൾ, അതൊരു ബിസിയാക്കണ്ട നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പണ്ട് സംഭവിച്ചൊരു തെറ്റിനെ മെല്ലെ ന്യായീകരിച്ച് ഒപ്പിക്കുകയാണ്. ഇയാൾ അങ്ങനെയല്ല. ഇയാൾ പറഞ്ഞ അത് ഹറാം തന്നെയാണ്, ഇന്നും ഹറാം തന്നെ, എന്നും ഹറാം തന്നെയാണ്. ഞങ്ങൾക്ക് അതിൽ ഒരു തർക്കമല്ലാന്ന്. ഈ കൊല്ലത്തെ സൂപ്പർ ക്ലിപ്പാണ്. ഇൻഷാ അല്ലാഹ് അത് കേരളം മുഴുവൻ ഞങ്ങൾ എത്തിക്കും. ചാലിയത്ത് അലവി സഖാഫി പറഞ്ഞ കാരണം ഈ സുന്നി വോയിസിൽ കഴിഞ്ഞെല്ലാം വരന്നെ എഴുതിയതാണ്. സമസ്ത അങ്ങനെ ഹറാമാക്കിയിട്ടില്ല. ആലിക്കുട്ടി സഖാഫി മടവൂര് എഴുതി. എന്നിട്ട് ഈ അലവി സഖാഫി ഇവിടെ വന്നിട്ട് സമസ്തയുടെ മൊത്തം വക്കാലത്ത് ഏറ്റെടുത്തിട്ട് പറയാണ് ഹറാമാണ്, ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, യാതൊരു സംശയവും വേണ്ട. എന്തിനൊക്കെയാ പണ്ട് എതിർത്തത്? ഞങ്ങൾ വനിതാ കോളേജ് തുടങ്ങിയപ്പോ എന്തെല്ലാം പുരാതികൾ അവർ പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പൊ ഇവര് വനിതാ കോളേജ് നടത്തുന്നു. ഇസ്മായിൽ വഫ സെൻസിങ് നടത്തുന്ന നമ്മുടെ വക്കീൽ വാറോലല്ലേ സെൻസിങ്, ആ വക്കീൽ വാറോല നടത്തുന്ന ഇസ്മായിൽ വഫന്റെ അനുജൻ അവിടെ എരഞ്ഞിമാവിലതാ വനിതാ കോളേജും വനിതാ ഹോസ്റ്റലും നടത്തുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്കാണ് പ്രവേശിക്കുന്ന. മുക്കെത്തുന്നതിന് മുമ്പ് അരീക്കോട്ടുനിന്ന് പോകുമ്പോ അവിടെതാ അവിടുന്ന് ഉള്ളോട്ട് പോയാൽ ചെറുവാടി കീലത്ത് മുഹമ്മദ് മാസദ വനിതാ കോളേജ് നടത്തുന്നു. അവിടെ അതിന്റെ അടുത്തുള്ള ബഷീർ സക്കാഫി വണ്ണക്കോട് പുസ്തകം എഴുതി, അരീക്കോട് മജ്മു പുറത്തിറക്കി. സ്ത്രീകൾ അവകാശങ്ങളും അതിർവരമ്പുകളും അതിലെന്താ പറഞ്ഞത്? വനിതാ കോളേജ് എന്ന് പേരിട്ട് അവിടുത്തെ അധ്യാപകരും ജീവനക്കാരും ആണുങ്ങളാകുന്നതിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. വനിതാ കോളേജ് എന്ന് പേര് പഠിപ്പിക്കുന്നവരും ജീവനക്കാരും ആണുങ്ങളും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ പിന്നെ ഏതനുവദിച്ചതിന്റെ പേരിലപ്പങ്ങൾ നടത്തുന്നത്? നോക്കണം നിങ്ങള്. വനിതാ കോളേജ് എതിർത്തു. എപ്പ കടവത്തൂർ തുടങ്ങി, മുമ്പേ കല്ലടിക്കോട് തുടങ്ങി, പെരിങ്ങത്തൂർ തുടങ്ങി, എത്ര സ്ഥലത്ത്, പാനൂര് തുടങ്ങി, എല്ലാ സ്ഥലത്തും ഇപ്പൊ വനിതാ കോളേജുകളാ. അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ജിബിയിലും മീക്കായിലും അസറാഫിയിലും തങ്കാഫിയിലും ഒക്കെയാണോ? ഇവർക്ക് തങ്കാഫിയിൽ തന്നെ സ്പെഷ്യൽ മലക്കും കൂടി ഉണ്ടാ പറഞ്ഞ്. ആ മലക്കാണോ പഠിപ്പിക്കണത്? നിങ്ങൾ ചോദിക്കണം മുസ്ലിയാക്കന്മാരോട്. അപ്പൊ സംഭവിച്ച തെറ്റ് ഏറ്റു പറയുന്നതിന് പകരം ഇപ്പോ അതിനെ ന്യായീകരിക്കാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞിട്ടുള്ള പലത് ഈ ഭീകരപ്രവർത്തനത്തെ പറ്റി പറഞ്ഞപ്പോ APക്കാർ നടത്തിയ കുറെ ഭീകരപ്രവർത്തനങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് പറയാണ് ഞങ്ങള് എത്ര ഞങ്ങളെ പ്രവർത്തകന്മാര് കൊല്ലപ്പെട്ടു, എത്ര ആൾക്ക് പരിക്ക് പറ്റി, കുണ്ടൂർ ഉസ്താദിന്റെ മകൻ മരിച്ചില്ലേ, മറ്റേ അൽബിക്കുട്ടി മരിച്ചില്ലേ, ഈ പോക്കരുട്ടി മരിച്ചില്ലേ, എന്നിട്ടൊക്കെ ഞങ്ങൾ ക്ഷമിച്ചതല്ലേ. പറയുന്നേട്ടത്തൊന്നും മുജാഹിദീങ്ങളാ കൊന്നത്. അപ്പൊ അത് ഈക്കക്കാർക്കുള്ളൊരു കുത്താ. എന്നിട്ട് ഞങ്ങൾ ക്ഷമിച്ചതല്ലേ. ബല ക്ഷമയൊക്കെ ഈക്കക്കാർ വെള്ളറിഞ്ഞു നോക്കണം. എന്റെ ക്ഷമന്റെ കോലം കാണണമെങ്കിൽ വാരാമ്പറ്റ കൊലക്കേസ് വയനാട്ടിലത്തെ ഞാൻ ഇവിടെ വായിച്ചു. കമ്പി അടിച്ചിട്ട് അപ്പുറത്തിങ്ങനെ കയറിയില്ലേ, നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഉണ്ടായതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. എന്നിട്ട് കുണ്ടൂർ ഉസ്താദിന്റെ മാമ മരിച്ചില്ലേ, മറ്റാള് മരിച്ചില്ലേ, ഇതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചേ. ഞങ്ങളെ നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ക്ഷമിച്ചാളി, അപ്പൊ ഞങ്ങളങ്ങ് ക്ഷമിച്ചു. ഇവിടെ ചാലിയത്ത് വന്നിട്ട് അതൊന്ന് ഹസൻ സക്കാഫി കേക്കണ്ട. നിങ്ങളെ ക്ഷമയും നിങ്ങളെ സ്വഭാവവും
നിങ്ങളെ ഭീകരതയൊക്കെ ശരിക്ക് ഈ കെ സുന്നികൾ വ്യക്തമായി പറയുന്നുണ്ട്. എതിരാളികളെന്ന് ഞങ്ങൾക്ക് എതിൽ പറയരുത് കേട്ടോ. ആകെ എതിരാളികളല്ലേ ഞങ്ങൾക്ക് എതിൽ പറയണത്. അത് നിങ്ങൾ നിർത്തിയാദ്യം. ഇപ്പൊ ആലുവ സംവാദം കഴിഞ്ഞു. നിങ്ങളെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും സലാം സുല്ലമിന്റെ ശബാബല്ലേ ഉള്ളത് അല്ലേ? സലാം സുല്ലമി പറഞ്ഞിരിക്കുന്നു ആലുവയിൽ KNM തോറ്റിരിക്കുന്നു. അയാള് സവറോളം പട്ടത്ത് കണ്ടാ പറയോ ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ അയാളെ മാർക്ക് പോയില്ലേ? പിന്നെ അയാൾ ഇപ്പൊ പണിക്കിടക്കണം എന്തിനാ? അപ്പൊ ഞങ്ങൾ തോറ്റു എന്ന് പറയല. അയാളെ കൂടെയുള്ള ആളുകൾക്ക് കൊടുത്ത ചൂടിന് അയാളും വേണ്ട കൂറ് കാണിക്കുക. മർക്കസ് ദാവിയിൽ പ്രത്യേക സ്റ്റൂളൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ വലിയ മുഹദ്ദിസ്, ഏഷ്യയിൽ ഏറ്റവും വലിയ മുഹദ്ദിസിനെ കൊണ്ടിരുത്തിക്കല്ലേ. അപ്പൊ അയാൾ എഴുതിയല്ലേ നിങ്ങളെ മുഴുവൻ പ്രസിദ്ധീകരണത്തിലും ഇപ്പൊ നിങ്ങൾ പടച്ചുവിടുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ ഉളുപ്പില്ലാതെ എതിരാളികൾ ഞങ്ങൾക്ക് എതിൽ പറയണേ പറയും. നിങ്ങൾ എത്ര വലിയ എതിരാളികൾ ഐക്യ സുന്നികള്. നിങ്ങളല്ലേ ഇപ്പൊ ഒന്നാകാൻ പോകാന്ന് കേട്ടു. മറ്റയാൾ ഇങ്ങോട്ട് പോയി, കുഞ്ഞാലിക്കുട്ടി ഇങ്ങോട്ട് പോയി, അഹമ്മദ് അങ്ങോട്ട് പോയി, മറ്റയാൾ വേറെ പോയി. കാന്തപുരം സിയാബുകളും മുത്തം വെക്കണ ഫോട്ടോ ഒക്കെ അല്ലേ വരുന്നത്. ഇപ്പോ എന്താ നിങ്ങൾ ഇത്ര വലിയ എതിരാളികളാകാൻ പോണത്? കേരള സുന്നി ജമാഅത്ത് എല്ലാ സുന്നികളെയും പുത്തംവാദികൾക്ക് ഒരുമിച്ച് കൂട്ടുന്നു. താൽക്കാലിക വിലാസം പാപ്പിനിപ്പാറ. നമ്മൾ വിചാരിച്ചു ഇപ്പൊ വരും പെർമനന്റ് വിലാസം. അപ്പൊ തൽക്കാലം ഞങ്ങൾ തന്നെ ഉള്ളൂ ഇതില്. അപ്പൊ വീണ്ടും കേരള സുന്നി ജമാഅത്ത് വണ്ടൂർ വലിയ സമ്മേളനം നടത്തി. തൽക്കാലം ആനക്കുട്ടികൾ തന്നെ ഉള്ളു. അതിന് നിങ്ങൾ യോജിച്ചോളി, ഞങ്ങൾക്ക് വിഷമൊന്നുമില്ല. എന്നാ ഞങ്ങൾക്ക് ഒരാൾക്ക് മറുപടി അറിഞ്ഞാൽ മതിയല്ലോ. ഇത് 3-4 ആൾക്ക് മറുപടി അറിയണ്ടല്ലോ. പക്ഷെ ഒലക്കയും പാന്ത ഏച്ചൂട്ടിയുമായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളെ മടവൂരികളും വരുന്നുണ്ട്. ഐക്യം വേണം. ഞങ്ങൾ ഇനി KNM ഒന്നും ഉപയോഗിക്കൂല. ഉപയോഗിച്ച് മടുത്തുപ്പോ നിങ്ങളത് ഉപയോഗിച്ചോളി. എനിക്ക് വലിയ പൂതിയല്ലേ. മുജാഹിദ് എന്ന് പറഞ്ഞ അഫ്ഗാൻ മുജാഹിദാന്ന് വിചാരിച്ചോളൂ. നമ്മളെ പേര് ഒഴിവാക്കണം എന്നാണ് സാച്ചാൽ ഹുസൈൻ മടവൂര് പറഞ്ഞത്. കേസിന് വന്നപ്പോ മൂപ്പർക്ക് ഇളകിയ മുജാഹിദ് KNM. മടവൂരിന്റെ പേരിനേക്കാളും വലുത് KNM. നിങ്ങൾ അതന്നെ ഉപയോഗിച്ചോളൂ. ഇന്നിപ്പോ വരിക നമുക്ക് ചോദിച്ചോളൂ ഞങ്ങൾ ഇനി KNM ഉപയോഗിക്കില്ല. അങ്ങനെ പല ആൾ ഞങ്ങളെടുത്തും വരുന്നുണ്ട്. ഞങ്ങളിത് കരിവേപ്പില ഒഴിവാക്കണമാതിരി തുപ്പിക്കളഞ്ഞ ഇനി വേണ്ടത് മാറാപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരാൾ യോജിക്കാല്ല. നിങ്ങളിപ്പോ യോജിക്കുന്നു ഞങ്ങളെ പേടിപ്പിക്കണ്ടേ? നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പണ്ട് ചോദിച്ചോലല്ലായിരുന്നോ? ഞങ്ങൾ ഇന്നത്തേതിന്റെ 10-1 കാലത്ത് നിങ്ങൾ എല്ലാവരും ഒന്നല്ലേ? നിങ്ങളല്ലേ പണ്ട് അറബിക്കടലിലേക്ക് എറിഞ്ഞ് കോഴിക്കോട് മീറ്റിംഗ് നടത്തിയാൽ DK ബുക്കസിയർ പുത്തൻവാദികൾ ഞാൻ എന്റെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നു. തക്ബീർ തൊഴിലാളികൾ തക്ബീർ നിങ്ങൾ ഒന്നായി നിൽക്കുന്ന കാലത്ത് എന്നിട്ട് ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചു വയ്ക്കണോ? അപ്പോഴൊന്നും ഞങ്ങൾക്കില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞങ്ങളുടെ എതിരാളികളുടെ നിങ്ങൾ ഉദ്ധരിക്കുമ്പോ നിങ്ങളുടെ ഞങ്ങൾ ഉദ്ധരിക്കും. ആ എതിരാളികളെ പ്രശ്നം പറഞ്ഞു ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ എതിരാളികൾ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അത് രേഖയാക്കുന്നത് മഹാവിഡ്ഢിത്തമാണ് എന്ന കാര്യം സഹോദരന്മാരെ നിങ്ങൾ ആരും മറക്കരുതെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മുടെ ആരും മറക്കരുത്. നമ്മളെ എതിരാളികൾ പറയണത് നമ്മക്കെതിൽ തെളിവാക്കുക എന്നുള്ളത് വളരെ വിഡ്ഢിത്തമാണ്. ആ വിഡ്ഢിത്തം നിങ്ങൾ നിർത്തിയാദ്യം. എന്നിട്ട് പറയും വിഡ്ഢിത്താണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ ഈ പ്രസംഗത്തിൽ തന്നെയാണ് എത്ര ക്ലിപ്പിട്ടു മടവൂരികളെ ക്ലിപ്പ്. ഈ പ്രസംഗത്തിന്റെ മടവൂരികളെ ക്ലിപ്പിട്ട് നമുക്ക് അതിൽ സംസാരിക്കാം. എന്നിട്ട് പറയാം എതിരാളികൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ തെളിവാക്കരുത് കേട്ടോ. ഇതിനെന്താ പറയാ? ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ മതിയോ? അതോ കാവട്ടി എന്ന് പറയണോ? അതോ മുസ്ലിയാരുടെ തനിനിറം എന്ന് പറയണം? എന്താ പറയണ്ടേ നിങ്ങൾ തീരുമാനിച്ചോളിയും. പിന്നെ സുഹൃത്തുക്കളെ, BJPക്കാർക്ക് 1 കോടി കൊടുത്തു എന്ന് ഞങ്ങൾക്കെതിരിൽ ഈക്ക സുന്നികൾ എഴുതിയതാണ് സക്കരിയാസലായി ഇവിടെ വായിച്ചത്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? പൂനൂരിൽ കാന്തപുരത്തിനൊരു പൗരാവലിന്റെ സ്വീകരണം ഉണ്ടായിരുന്നു. അവിടെ ശ്രീധരൻപിള്ള വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ആകെ കിട്ടിയത് 1 ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ്. 1 കോടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നാട്ടിക മൂസംസ്യ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ പ്രസംഗിച്ചിരുന്നോ? അതപ്പോ വലിയ തെളിവ്. ആരെങ്കിലും ഉള്ളുകൂടി കിട്ടിയത് കിട്ടിയെന്ന് പറയോ? ഇനിയിപ്പോ അത് പറയണ്ട. നിങ്ങൾ 1 കോടി കിട്ടിയത് പറയണ്ടെന്ന് പറഞ്ഞാൽ 50,000 വേറെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ അടുത്ത് കേൾക്കാം ഈക്കാര് പൂനൂർ പ്രസംഗം ശ്രീധരൻ പറയാൻ കാരണം 50,000 വേറെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ 1 കോടിന്റെ പറയരുത് എന്നറിയാം. ചേകനൂർ കേസ് ഒതുക്കാൻ രാജഗോപാലിന്റെ മർക്കസ് കൊണ്ടുവന്നിട്ട് കൊടുത്തു ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങളാളുകളാ പറഞ്ഞത്. അപ്പോ ശ്രീധരൻപിള്ള പറഞ്ഞാണ് അണ്ടിപ്പരിപ്പും കട്ടൻ ചായ കിട്ടിയിട്ടുള്ളൂ. അത് വിശ്വസിച്ചൂടെ നിങ്ങൾക്ക്? നിങ്ങൾ വിശ്വസിച്ചോളിയും. നിങ്ങൾക്ക് വലിയ മുത്തഫക്കിന്റെ അല്ലല്ലോ ഇപ്പൊ BJPന്റെ ശ്രീധരൻപിള്ള. സഹീഹുൽ ബുഖാരിത്തെ മാര്യ നിങ്ങൾ എടുത്തോളി. ഞങ്ങൾക്ക് അതൊക്കെ പണ്ടേ അറിയാം. നിങ്ങളും ശ്രീധരൻപിള്ളയൊക്കെ ഏതാണ്ട് ഒരേ ലെവലിലാന്ന് വർത്താനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കറിയാം. അതൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വിളമ്പണ്ട. അതൊക്കെ നിങ്ങളെ കുഞ്ഞാടുകളോട് വിളമ്പിയാൽ മതി. പിന്നെ കള്ളപ്പോസ്റ്റർ പാലക്കാട് സമ്മേളനത്തോടനുബന്ധിച്ച് കള്ളപ്പോസ്റ്റർ ഇറക്കിയതിനെ പറ്റി ഇയാൾ പറയാണ് അത് നിങ്ങൾ തന്നെ ഇറക്കിയതാവും. എന്നിട്ട് ഇസ്ലാമിക് ക്യാമ്പസിൽ മടവൂരികൾക്കെതിരെ നടന്നൊരു യോഗത്തില് നമ്മൾ പ്രവർത്തകം പണ്ട്
കാന്തപുരത്തെ അറസ്റ്റ് ചെയ്യുക, ചേകനൂർ കേസ് പുനരന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞൊരു കള്ളപ്പോസ്റ്റ് പ്രതികരണ വേദിന്റെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇറക്കിച്ചില്ലേ എന്ന് മടവൂരികളോട് പറയുന്നുണ്ട്. കണ്ടോ, ഇവർ തമ്മിൽ തെറ്റിയപ്പോ പറയുന്നുണ്ടോ, കാന്തപുര ഉസ്താദിനെതിൽ കള്ളപ്പോസ്റ്റ് ഇറക്കി ഇവരെന്നെയാണ്. അപ്പൊ പ്രതികരണ വേദി എന്നിട്ട് കള്ളപ്പോസ്റ്റ് ഇറക്കിയെന്നു. അപ്പൊ അതുകൊണ്ട് പാലക്കാട് സമ്മേളനത്തിനെതിരെയുള്ള കള്ളപ്പോസ്റ്റ് നിങ്ങൾ തന്നെ ഇറക്കിയതാവും. അതൊക്കെ നിങ്ങളെ കുഞ്ഞാടുകൾ വിശ്വസിക്കും. മടവൂരികളെ ചെയ്ത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞില്ലേ, ഞങ്ങൾ പൂഴ്ത്തി വെച്ചിട്ടില്ല. അതേ സമയത്ത് പാലക്കാട് സമ്മേളനത്തെ കുറിച്ചുള്ള കള്ള പോസ്റ്റർ അതേക്കുറിച്ച് ഞങ്ങൾക്ക് വിവരം തന്നത് ഒരു സുന്നിയാണ്. എന്താ, ഞങ്ങൾക്ക് പോലീസ് ഞങ്ങൾ പരാതി കൊടുത്തു, പോലീസ് അന്വേഷിച്ചു. കുന്നമംഗലത്തെ നിനാ പ്രസ്സിൽ നിന്നും അതിന്റെ ബ്ലോക്കുകൾ കണ്ടെടുത്തു. നിനാ പ്രസ് നടത്തുന്നത് മർക്കസിലെ മുൻ ഉദ്യോഗസ്ഥൻ അബ്ദുൽ ജലീൽ, ഇതവിടെ കൊണ്ടുപോയി കൊടുത്തത് മർക്കസിലെ അന്നത്തെ രണ്ടാളുകൾ. അങ്ങനത്തെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങൾ കള്ള പോസ്റ്റ് ഇറക്കിയെന്ന് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. പിന്നെ സുഹൃത്തുക്കളെ, ഇയാൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കേൾക്കണം. നിങ്ങള് ജാറം പൊളിക്കണം ഇയാൾ പറയുന്നു, എന്നെ കുറിച്ച് പറയാ. പക്ഷേ അള്ളാന്റെ റസൂല് അലി റളിയല്ലാഹു അൻഹുവിനോട് പലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും തകർക്കാതെ വിടരുത് അലി, നിരപ്പാക്കാതെ ഒരു ചാൺ ഉയരത്തിലാക്കാതെ വിടരുത് എന്ന് പറഞ്ഞത് അതൊക്കെ ആരാധിക്കപ്പെടുന്ന ഖബറുകളെ കുറിച്ചാണ്. മുസ്ലിയാർ ആ ഭാഗം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് അക്കാലത്തുള്ള ചില ജാറങ്ങൾ ഖബറുകൾ പൊളിച്ചു നീക്കാൻ കൽപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഹദീസിലുമുണ്ട്. അത് ആരെ കുറിച്ചാ? അത് ആ മക്ബറ അല്ലെങ്കിൽ ആ ഖബർ, അത് അമ്പിയാക്കളെ മക്ബറയൊന്നുമല്ല, ഔലിയാക്കളെ മക്ബറയൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ആ ഖബറുകൾ പൊളിച്ചു നീക്കാൻ കൽപ്പിച്ചു. ഏതായിരുന്നു ആ ജാറും, ഏതായിരുന്നു ആ ഖബറ്? സഹോദരന്മാരെ, ആരാധനകളെ കൊണ്ടും ആരാധിക്കപ്പെടുകയും ചെയ്തിരുന്ന ഖബറുകളായിരുന്നു അത്. ഞാൻ പറയല്ല. അപ്പൊ ആരാധിക്കപ്പെടുന്ന ഖബർ. അപ്പൊ വലാ ഖബറൻ മുശ്രിഫൻ അല്ല പറയേണ്ടിയിരുന്നത്, വലാ ഖബറൻ മഅബൂദൻ എന്നാ പറയേണ്ടിയിരുന്ന. റസൂലുള്ളാഹിക്ക് പേച്ചുവേതാ. റസൂല് പറഞ്ഞത് ഉയർന്നു നിൽക്കുന്ന മുഴുവൻ ഖബറും നിരപ്പാക്കണമെന്നാ പറഞ്ഞത്, ഒരു ചാണ്ട ആക്കണമെന്നാ പറഞ്ഞത്. ആരാധിക്കപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ ഇയാൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആരാധിക്കപ്പെടുന്ന എത്ര ഖബറുണ്ട് ഇന്ത്യ രാജ്യത്ത്? ഈ കേരളത്തിലില്ലേ? അവിടെ പോയിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാം. ഇപ്പൊ നൂറുദ്ദീൻ ശൈഖിന്റെ മക്ബറ ചാലിയത്തുള്ളത് ഓരൊക്കെ കാസറ്റിൽ എന്താ, നൂറുദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാണ്. വേണമെങ്കിൽ അതിന്റെ ക്ലിപ്പന്നെ അവിടെ കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. നൂറുദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നൂറുദ്ദീൻ ശൈഖിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. പിന്നെയോ മാത്രല്ല അവിടെയൊക്കെ നേർച്ചയാക്കുന്നു. ഇതൊക്കെ ഇബാദത്തുകളല്ലേ? അപ്പൊ ആരാധന അർപ്പിക്കപ്പെടുന്ന ഖബറുകൾ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കണമെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, കേരളത്തിൽ ഒരുപാട് ജാറങ്ങൾ തവാഫ് നടക്കുന്നുണ്ട് ജാറങ്ങളില്. അതുപോലെ തന്നെ സഅയ് നടക്കുന്നുണ്ട്. തവാഫ് പറഞ്ഞാ അതിനിപ്പോ എന്താ വട്ടത്തിൽ നടക്കുക, സഅയ് പറഞ്ഞാൽ നീളത്തിൽ നടക്കുക, അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ന്യായീകരിച്ചു കൊടുത്തിട്ടില്ലേ? പൂവിട്ട് പൂജിക്കാന്ന് പറയും മുസ്ലിങ്ങള്. ആ സ്വഭാവം അജ്മീറിലും മറ്റൊക്കെ ഉണ്ട്. അത് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ലേ? നിങ്ങളെ പൊന്മളയല്ലേ ഫത്വ കൊടുത്തത് റൈഹാൻ ചെടി പോലത്തെ ചെടി കുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ നല്ല സുഗന്ധമുള്ള പൂവ് അതിന്റെ മേലിടുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൂവിട്ട് പൂജിക്കലും തവാഫും സായും ഒക്കെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പൊ ആരാധന നടക്കുന്ന ഖബറുണ്ടെങ്കിൽ അത് പൊളിക്കാം എന്ന് ഏതായാലും എവിടെ വെച്ച് മൂപ്പരെ സമ്മതിക്കാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാറത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാട് അത് ഞങ്ങൾ എക്കാലത്തും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് വഫാത്താകുന്നതിന്റെ ഏതാനും സമയം മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാറിൽ തലവെച്ചുകൊണ്ടാ വഫാത്തായത്. അപ്പൊ പറയാണ്, ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവരവരെ പ്രവാചകന്മാരെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യുഹദ്ദിറു മിസ്ലല്ലദീ സനഉ, അവർ പ്രവർത്തിച്ചതുപോലുള്ളത് എന്റെ സമുദായവും പ്രവർത്തിക്കുമെന്നതിനാൽ അള്ളാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. കണ്ടോ? അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരെ പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയതുപോലെ എന്റെ സമുദായം എന്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കരുത് എന്ന നിലക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തുടരുന്നു, വലൗലാ ദാക ഉബ്രിസ ഖബറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിവായത്തിൽ അബ്റസു ഖബറുഹു, ഈ ഒരു ഭയമില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾ ആരാധനാസ്ഥലമാക്കുമോ എന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ സഹാബികൾ വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു. വെളിയിലാക്കാതെ ആയിഷ ബീവിന്റെ പ്രൈവറ്റ് റൂമിലാക്കാനുള്ള ഒരു കാരണം ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കി കളയുമെന്ന പേടിയായിരുന്നു. റസൂലുള്ളാഹി വഫാത്തായി 48 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്.
അവര് പറയാണ് ഖൈറാന്നി അഖ്ശാ അൻ യുത്തഖദ മസ്ജിദാ. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഇന്നും ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് ജാറം കെട്ടുന്നതിനെ സംബന്ധിച്ച് വളരെയേറെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാറം കെട്ടുന്നത് മുസ്ലിമീങ്ങളെ ജൂത ക്രിസ്ത്യാനികളെ മാർഗത്തിലേക്ക് നയിക്കും. ജൂത ക്രിസ്ത്യാനികൾ അവരെ ഖബറിലുള്ളവർ ആരാധിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. അത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ലാ തുസല്ലൂ ഇലൽ ഖുബൂർ, ഖബറിലേക്ക് നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത്. മാത്രമല്ല ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ ക്രിസ്ത്യാനികളുടെ ഒരു പള്ളി കണ്ടതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നായി കിടക്കുന്ന രോഗത്തിൽ നബിയോട് പറയണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ച എന്താറിയോ? ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുൽ അബ്ദു സാലിഹ് അബി റജുലു സാലിഹ് ബനു അലാ ഖബരിഹി മസ്ജിദാ. ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമാണ്. അവരുടെ കൂട്ടത്തിൽ ഒരു സാലിഹായ നല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറിന് മീതെ അവർ ആരാധനാ കേന്ദ്രം ഉണ്ടാക്കും. വസബ്ബറൂ ഫീഹി തിൽക സുവർ, എന്നിട്ട് ഖബറിന് മീതെ ഉണ്ടാക്കിയ ആരാധനാ കേന്ദ്രത്തിൽ ഇതുപോലുള്ള ചിത്രങ്ങളും രൂപങ്ങളും അവർ സ്ഥാപിക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും നീചന്മാരത്രേ. പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കുന്നവർ നീചന്മാരും നികൃഷ്ടന്മാരുമാണെന്ന ഹദീസ് ഇതല്ലാതെ വേറെയുമുണ്ട്. അതൊക്കെ നിങ്ങളെ ഹൈത്തമി തന്നെ സവാജിർ പോലുള്ള കിതാബുകളിൽ എടുത്തുദ്ധരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അലാവ ഇന്നമൻ കാന ഖബലക്കും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങളെ മുമ്പുള്ളവർ അവർ അവരുടെ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സാലിഹീങ്ങളെയും ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയിരുന്നു. ഞാനിതാ നിങ്ങളോട് അതിനെ വിരോധിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കേട്ടോളൂ. ഇതാ ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിഖാദി ഖബരിഹി വഖബരി ഗൈരിഹി മസ്ജിദൻ ഖൗഫൻ മിനൽ മുബാലഗതി ഫീ തഅലീമിഹി വൽ ഇഫ്തിനാനി ബിഹി. അല്ലാഹുവിന്റെ റസൂല് തന്റെ ഖബറും താനല്ലാത്ത മറ്റുള്ളവരുടെ ഖബറും അത് ആരാധനാ കേന്ദ്രമാക്കുന്നതിനെ വിരോധിച്ചത് ഖൗഫൻ മിനൽ മുബാലഗതി ഫീ തഅലീമിഹി, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിൽ ജനങ്ങൾ അതിര് കവിയുമെന്ന പേടി കൊണ്ടാണ്. വല്ലിഫ്തിനാനി ബിഹി, അതുകൊണ്ട് കുഴപ്പത്തിലാകുമെന്ന് പേടിച്ചിട്ടാണ്. ഫറുബ്ബമാ അദ്ദാ ദാലിക ലിൽ കുഫർ, ചിലപ്പോൾ അത് കുഫറിലേക്ക് നയിക്കും. കണ്ടോ, ഖബർ ആരാധനാ കേന്ദ്രമാക്കരുതെന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ മഹാന്മാരെ ബഹുമാനിക്കുന്നതിൽ അതിര് കവിയും, അത് കുഫറിലേക്ക് നയിക്കും. കമാ ജറാ ലികസീരിൻ മിനൽ ഉമമിൽ ഖാലിയ, കഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ പലർക്കും സംഭവിച്ചത്, ജൂത ക്രിസ്ത്യാനിക്ക് സംഭവിച്ചതാണ്. വലം മഹ്താജത്തി സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ വതാബിഊന ഇല സിയാദത്തി ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസറൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ വർദ്ധിച്ചപ്പോ റസൂലുള്ളാഹിന്റെ പള്ളി അത് വിപുലീകരിക്കുവാൻ സഹാബികളും താബീങ്ങളും നിർബന്ധിതരായി. വാസ്തവത്തിൽ നബവി പറഞ്ഞതിൽ ചെറിയൊരു പെശകുണ്ടെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ ബിവിയുടെ വീട് ആ ഭാഗത്തേക്ക് പള്ളി വിപുലീകരിക്കുമ്പോൾ സഹാബികൾ എല്ലാവരും മരിച്ചു തീർന്നിട്ടില്ല. പക്ഷെ മദീനയിൽ ഒരു സഹാബിയും ഉണ്ടാകാത്ത സന്ദർഭമായിരുന്നു. അതാകാം ഷെയ്ഖ് ഉദ്ദേശിച്ചത്. അങ്ങനെ പള്ളി വിപുലീകരിക്കാൻ നിർബന്ധിതരായപ്പോൾ നബിയുടെ ഭാര്യമാരെ വീട് പള്ളിന്റെ ചെരുവില. അപ്പൊ ഖലീഫമാരൊക്കെ 4 ഖലീഫമാരും പള്ളി വിപുലീകരിച്ചതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നോക്കിയാൽ അവർ ആ ഭാഗത്തേക്ക് പള്ളി വിപുലീകരിക്കാതെ മറ്റെല്ലാ ഭാഗത്തേക്ക് വിപുലീകരിച്ചു. പക്ഷേ പിന്നീട് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് ആ ഭാഗത്തേക്ക് നബിയുടെ ഭാര്യമാരെ വീടുകൾ നിൽക്കുന്ന ഹുജറാത്തുകളുടെ ഭാഗത്തേക്ക് അതിലൊന്നിലാണല്ലോ റസൂലുള്ളാഹിനെ മറമാടിയിട്ടുള്ളത്. അതും പറഞ്ഞിട്ടുണ്ട്, മദ്ഫൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വസാഹിബി അബൂബക്കർ വഉമർ റളിയല്ലാഹു അൻഹുമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ അവരെയും ഖബറുള്ളത് ആയിഷ ബിവിയുടെ വീട്ടിലാണല്ലോ. ആ ഭാഗത്തേക്കും പള്ളി വിപുലീകരിച്ചു. ബനൗ അലൽ ഖബ്രി ഹീതാനം മുർതഫിഅതൻ മുസ്തദീറതൻ ഹൗലഹു ലിഅല്ലാ യൽഹറ ഫിൽ മസ്ജിദി. അങ്ങനെ പള്ളി വിപുലീകരിച്ചപ്പോൾ പള്ളി ആ ഭാഗത്തേക്ക് വിശാലമാക്കിയപ്പോൾ ആ ഭാഗം പള്ളിയിൽ പെട്ടതല്ലെന്ന് മനസ്സിലാകാൻ പള്ളിയിലുള്ളവർക്ക് ഖബർ കാണാതിരിക്കുവാൻ ആയിഷ ബീവിന്റെ വീടിന്റെ ആ ചുമരുണ്ട്, അതിന് പുറമെ ഒരു ഉയർന്ന വൃത്താകൃതിയിലുള്ള ഒരു ചുമരും കൂടി ഉണ്ടാക്കി. ഫയുസല്ലി ഇലൈഹിൽ അവാം വയുഅദ്ദി ഇലൽ മഹ്ദൂർ. കണ്ടോ, ഖബറെങ്ങാനും ജനങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ, പള്ളിയിലൂടെ നിസ്കരിക്കുന്നവർക്ക് കാണുന്ന രൂപത്തിലായാൽ ജനങ്ങൾ അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. അപ്പൊ റസൂലുള്ള തടഞ്ഞ കാര്യത്തിലേക്ക് അത് എത്തിക്കും. ലാ തുസല്ലൂ ഇലൽ ഖുബൂർ, ഖബറിലേക്ക് നിസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേക്ക് എത്തിപ്പോകും. ثم بنوا جدارين من ركني القبر الشماليين وحرفوهما حتى التقيا
ഹത്താ ലാ യതമക്കന അഹദും മിൻ ഇസ്തിഖ്ബാലിൽ ഖബർ. എന്ന് മാത്രല്ല, വടക്കു ഭാഗത്തുള്ള 2 മൂലയിൽ നിന്നും 2 ചുമരുകൾ കൂടി ഉണ്ടാക്കി. എന്നിട്ട് അതിനെ തമ്മിൽ കൂട്ടിമുട്ടിച്ചു. എന്നിട്ട് ഒരാൾക്കും ഖബറിലേക്ക് തിരിയാൻ സാധിക്കാത്തവണ്ണം കോണുകൾ ഉണ്ടാക്കി. വലിഹാദാ ഖാല ഫിൽ ഹദീസ് വലൗലാ ദാലിക ലഉബ്രിസ ഖബറുഹു. ഇതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞത്, ഈ ഭയമില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കുന്ന ഭയമില്ലായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ഇതാണ്. ഖൈറ അന്നഹു ഖുശ്യൻ യുത്തഖദ മസ്ജിദ. പക്ഷേ റസൂലുള്ളാഹിന്റെ ഖബർ ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന ഭയമുണ്ടായി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്. ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഖബർ വിരോധിച്ചത്, നിങ്ങളെ മുമ്പുള്ളവർ നശിച്ചു പോയത് അവരവരെ പ്രവാചകന്മാരുടെയും സാലിഹീങ്ങളെയും ഖബറുകളെ ആരാധനാസ്ഥലമാക്കിയത് കൊണ്ടാണ്. ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു എന്ന് പറയാൻ കാരണം, ഖബറുകൾ ആളുകൾ അതിരുവിട്ട് ആദരിക്കുന്ന അവസ്ഥ വരും. ഇവിടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ആരാധനയും ആദരവും തമ്മിലെ വ്യത്യാസം എന്താണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അവസാന സമയത്ത് ഞാനിത് പറയുന്നുണ്ട്. അപ്പോ ആരാധനയാകുന്നത് ആദരവ് അതിര് കവിയുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നതിൽ അതിര് കവിയുമെന്ന പേടി കൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ അത് വിരോധിച്ചതെന്ന് ഞാനല്ല പറഞ്ഞത്, ഇമാം നവവിയാണ് പറഞ്ഞത്. അതാണ് ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അബദ്ധം തന്റെ ഉമ്മത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് നമുക്ക് നിർദ്ദേശം നൽകിയത്, അല്ലെങ്കിൽ താക്കീത് നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിയാർ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മദ്ഹബിലുള്ളതാണ് ഞങ്ങൾക്ക് നോക്കേണ്ടത്. മദ്ഹബിന്റെ നിലപാടെന്താ? മദ്ഹബിലെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എല്ലാ ഖബറും ഒരു ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്നാ. എല്ലാ ഖബറും. ഇമാം ഷാഫിയുടെ മദ്ഹബ് എന്താണ്? ഇമാം നവവി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ. അദ്ദേഹം ഷാഫി മദ്ഹബിലെ പ്രമുഖനായ ഒരു മുഹദ്ദിസാണല്ലോ. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. എന്താണ് ഷാഫി മദ്ഹബ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കസീറൻ വലാ യുസന്നം. ഭൂമിയുടെ നിദാനത്തിൽ നിന്നും വല്ലാതെ ഖബർ ഉയർത്താതിരിക്കലാണ് സുന്നത്ത്, മുകൾ ഭാഗം കൂമ്പിച്ചു വെക്കാതിരിക്കലും. ബൽ യുർഫഉ നഹവ ശിബ്രിൻ, ഏതാണ്ട് ഒരു ചാൺ മാത്രമേ ഉയർത്താവൂ. വഹാദാ മദ്ഹബ് ശാഫിഈ വമൻ വാഫഖഹു. ഇമാം ഷാഫിയുടെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും മദ്ഹബ് ഇതാണ്, വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? കെട്ടി ബിനാവ് പാടില്ല, കെട്ടി ഉയർത്താൻ പാടില്ല. അതുപോലെ തന്നെ കെട്ടി പൊന്തിച്ചാൽ അത് പൊളിച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞത് സാധാരണക്കാരന്റെ ഖബറുകളെ സംബന്ധിച്ചാണ്. അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഖബറിനത് ബാധകമല്ല. പക്ഷേ അത് തന്നെയും പൊതുസ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം. ഒരാൾ സ്വന്തം വീട്ടിലാണെങ്കിൽ, സ്വന്തം സ്ഥലത്താണ് ഖബർ കെട്ടിയതെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ജാറുണ്ടാക്കാൻ വിചാരിക്കണോലൊക്കെ അവനാന്റെ വീട്ടിൽ തന്നെ മറവിയുന്നത്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കടവുത്തറ, അതിന്റെ അടുത്ത അന്തറുപ്പാപ്പാന്റെ വീട്. അന്തറുപ്പാപ്പ മരിച്ചപ്പോ പള്ളിക്കാർ വന്നിട്ട് വലിയ സംഖ്യ പറഞ്ഞു, ഞങ്ങൾ പള്ളിക്ക് തരീൻ. കൊടുത്തില്ല, വീട്ടിലാ മറവീതത് അല്ലേ. അപ്പൊ സ്വന്തം സ്ഥലത്താണ് ഈ കുഴപ്പമില്ല. എന്നിട്ട് മൂപ്പര് പറയാണ്, ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം പൊതു ഖബർസ്ഥാനിൽ വേറൊരാൾ ഖബർ കെട്ടി ഉയർത്തിയാല് അത് പിന്നെ മാന്തിയിട്ട് വേറൊരാളെ മറവ് ചെയ്യാൻ കഴിയുമല്ലോ, പിന്നെ അത് പൊളിച്ചു നീക്കലുണ്ടാവില്ല. അപ്പൊ ഖബർസ്ഥാനിൽ ഇടുക്കം വരും, അതാണ് പ്രശ്നം. ശരിയാണ്, അത് ചെറിയ പ്രശ്നം. അതിനേക്കാളും വലിയ പ്രശ്നമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖബറിലുള്ളവനെ അതിരുവിട്ട് ബഹുമാനിക്കുന്ന അവസ്ഥ വരും. അള്ളാഹിന്റെ റസൂല് വിരോധിച്ച ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് മുസ്ലിം സമുദായത്തിന് സംഭവിക്കും. അത് ഇതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള വിഷയല്ലേ. ഷാഫി മദ്ഹബുകാർ പറഞ്ഞ ചെറിയ മസല പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, എന്തായാലും പാടില്ല എന്നല്ലേ ഉള്ളത്? സ്വന്തം സ്ഥലത്ത് കറാഹത്ത്, സ്വന്തം സ്ഥലത്ത് ജായിസ് എന്നല്ലല്ലോ അല്ലേ? സ്വന്തം സ്ഥലത്ത് ജായിസ് എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം സ്ഥലത്താണെങ്കിലും കറാഹത്താണ്, പൊതുസ്ഥലത്താണെങ്കിൽ, പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ ഹറാമാണ്. അതന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, പൊതുസ്ഥലത്ത് ഹറാമ്, സ്വന്തം സ്ഥലത്ത് കറാഹത്ത് എന്ന ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് ഞങ്ങളത് പറഞ്ഞു. പക്ഷെ ഞാൻ വായിച്ച ഒരൊറ്റ ഇബാറത്തും ആ ഇബാറത്ത് ശരിയല്ല. അങ്ങനെ ഇബാറത്ത് ഇല്ല എന്ന് അലവിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ സക്കരിയ സലാഹി പറഞ്ഞ അർത്ഥം തെറ്റാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആകെ പറഞ്ഞ എന്താണെന്നറിയോ? വസിയത്തിന്റെ ബാബിലുണ്ട് മഹാന്മാരെ ഒരാൾക്ക് വേണമെങ്കിൽ തന്റെ ഖബർമ കുബ്ബുണ്ടാക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യാം, അത് കുഴപ്പമില്ല, അതൊരു കുർബത്താണ്, കുർബത്തിന് വേണ്ടി നല്ല കാര്യമാണ്, നല്ല കാര്യത്തിന് വസിയത്ത് ചെയ്യാൻ. വസിയത്തിന്റെ ബാബിൽ അങ്ങനെയുണ്ട്, മറ്റോടത്ത് ഇങ്ങനെയുണ്ട്. അതൊക്കെ നിങ്ങളെ മദ്ഹബിലെ വൈരുദ്ധ്യം എന്നല്ല. എന്താ ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹദീസുമായി യോജിക്കുന്ന കാര്യം ഇതാ. ഇദ്ദേഹം തന്നെ ജാറം പൊളിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മള് ഹൈത്തമി തന്നെ പറഞ്ഞ എന്താ? അദ്ദേഹം തന്റെ
വൻ പാപങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള താക്കീതുകൾ പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം കുറെ വൻപാപങ്ങളെ എണ്ണി പറയാണ്. ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ് വയ്യഖാദു സുർജ അലൈഹ, ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കൽ, ഖബർമ വിളക്ക് എത്തിക്കൽ, വത്തിഹാദുഹ ഔസാനൻ, ഖബറുകളെ ബിംബങ്ങളാക്കൽ, വത്തവാഫു ബിഹാ, ഖബറിനെ തവാഫ് ചെയ്യൽ, വസ്തിലാമുഹ, അതിനെ തൊട്ട് തടവൽ, വസ്സലാത്തു ഇലൈഹ, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ. ഇത് ഹെഡിങ് കൊടുത്തിട്ട് അദ്ദേഹം പറയും, വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗം കേട്ടോളൂ. ഫൈന അഅ്ളമൽ മുഹറമാത്തി, അദ്ദേഹത്തിന്റെ ജവാജിറിൽ നിന്ന് തന്നെ അത് വായിക്കാം. അവിടെ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ കൊണ്ടുവന്നതുപോലെ തുഹഫയും നിഹായും ഒക്കെ കൊണ്ടുവന്ന് കിതാബ് തന്നെ കൊണ്ടുവന്ന് വായിക്കണം, എന്നാലേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ. ഞാൻ കിതാബ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, കിതാബിന്റെ പേജിന്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റാ കൊടുക്കുന്നത്, നിങ്ങൾ നിഷേധിക്കും. സക്കരിയ സലാഹിയ വായിച്ചത് ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾ പറയും. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി കിതാബ് തന്നെ കൊണ്ടുവരാം. അദ്ദേഹം പറയുന്നിട്ടുള്ളൂ, ഫൈന അഅ്ളമൽ മുഹറമാത്തി വഅസ്ബാബ ശിർക്ക്, ഹറാമായ കാര്യങ്ങൾ ഏറ്റവും ഗുരുതരമായതും ശിർക്കിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളിൽപ്പെട്ടതുമാണ് അസ്സലാത്തു ഇൻദഹ, ഖബറിനടുത്ത് നിസ്കരിക്കൽ, വത്തിഖാദുഹാ മസാജിദ, ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കൽ, ഔ ബിനാഉഹാ അലൈഹ, ഖബറുമേൽ എന്തെങ്കിലും എടുപ്പുണ്ടാക്കൽ. ഈ എടുപ്പുണ്ടാക്കലിനെ പറ്റി അതിൽ കുബ്ബയും പെടും നിങ്ങളെ കിതാബ് തന്നെ ഉണ്ട്, അത് ഞാൻ പിന്നെ വായിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും, കറാഹത്തേർ കേൾക്കാൻ വേണ്ടി പറയാ, വൽ ഖൗലു ബിൽ കറാഹത്തി മഹ്മൂലുൻ അലാ ഗൈരി ദാലിക, കറാഹത്ത് പറഞ്ഞാൽ വെറും ചെയ്താൽ ദോഷമല്ല, ഒഴിവാക്കുകയാണ് നല്ലത് എന്ന അർത്ഥത്തിലല്ല അതിനെടുക്കേണ്ടത്, അത് ഹറാം എന്നുള്ള അർത്ഥം തന്നെ എടുക്കണം. ഇതിലായുദല്ലു ബിൽ ഉലമായി തജ്വീസ് ഫിഇലിൻ തവാത്തറ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനു ഫാഇലിഹി, ചെയ്ത ആളെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു എന്ന് ഒരുപാട് ഹദീസുകളിൽ മുതവാത്തിറായി വന്നിട്ടുള്ള ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യത്തെ പണ്ഡിതന്മാർ അനുവദിച്ചു എന്ന് പണ്ഡിതന്മാരെ പറ്റി വിചാരിക്കൽ ജായിസ് അല്ല, അങ്ങനെ വിചാരിച്ചു കൂടാത്തതാണ്. അതുകൊണ്ട് അവിടെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ കറാഹത്ത് എന്നുള്ള അർത്ഥത്തിലല്ല, ഹറാം എന്നുള്ള അർത്ഥത്തിൽ ചുമത്തേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ്ഹി അലറു മിൻ മസ്ജിദിൽ നിറാർ, ഈ ഖബറുകൾക്ക് മീതെയുള്ള കുബ്ബകളും അതുപോലെ തന്നെ ഖബറുകൾക്ക് മീതെ ആരാധനാ സ്ഥലങ്ങളും പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. ഇദ്ഹി അലറു മിൻ മസ്ജിദിൽ നിറാർ, റസൂലുള്ളാഹിന്റെ കാലത്ത് മുനാഫിക്കുകൾ ഒരു പള്ളി ഉണ്ടാക്കി, ശല്യത്തിന്റെ പള്ളി, അത് പൊളിച്ചു നീക്കാൻ അള്ളാഹിന്റെ റസൂൽ സഹാബത്തിനോട് കൽപ്പന കൊടുത്തു. അതിനേക്കാൾ വളരെ ഉപദ്രവകരമാണ് ഈ ജാറം. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നതിൽ, റസൂലിനോടുള്ള അനുസരണക്കേടിലാണ് ജാറത്തിന് തറക്കല്ലിട്ടിട്ടുള്ളത്, അസ്ഥിവാരമിട്ടിട്ടുള്ളത്. ലിഅന്നഹു നഹാ അൻ ദാലിക, കാരണം ജാറം കെട്ടുന്നവർ അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. വഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദ്മിൽ ഖുബൂരിൽ മുശ്രിഫ, ഉയർന്നു നിൽക്കുന്ന മുഴുവൻ ഖബറുകളും പൊളിച്ചു നീക്കാൻ. ആലിമിന്റെ അവിടെ നിന്നോട്ടെ, അമ്പിയാന്റെ ഔലിയാക്കൾ നിന്നോട്ടെ, അഹ്ലു ബൈത്തിന്റെ തങ്ങൾ വിട്ടാളാ എന്ന് പറഞ്ഞിട്ടില്ല. അലി ബിൻ അബീ താലിബിനെ വിടുമ്പോ എല്ലാ ഖബറുകളും, ഉയർന്നു നിൽക്കുന്ന മുഴുവൻ ഖബറും, അത് ആരാധിക്കപ്പെടുന്നതാണോ ആരാധിക്കപ്പെടുന്ന അല്ലേ എന്നുള്ള ചർച്ച ഉള്ളതൊക്കെ മുസ്ലിയാക്കന്മാർ പിന്നെ ഉണ്ടാക്കിയത്. എല്ലാം ആരാധന ഇന്ന് നടക്കാത്തതാണെങ്കിൽ നാളെ ആരാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാം പൊളിച്ചു നീക്കണം എന്ന് റസൂൽ പറഞ്ഞു. വതജിബു ഇസാലത്തു കുല്ലി ഖിൻദീലിൻ ഔ സിറാജിൻ അലാ ഖബറിൻ, ഖബറുകൾക്ക് മീതെയുള്ള തൂക്കിയിട്ട വിളക്കുകളും നാട്ടിവെച്ച വിളക്കുകളും നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വലായസിഹു വഖഫുഹു വനദറുഹു, ചാരത്തിലേക്ക് ഇങ്ങനത്തെ നാട്ടിവിളക്കോ തൂക്കി വിളക്കോ എമർജൻസിയോ ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ മറ്റേ പുതിയ ലൈറ്റ് ഉണ്ടല്ലോ CFL, അതൊന്നും വഖഫ് ചെയ്യലോ നേർച്ചയാക്കലോ സഹിഹാവുന്നതല്ല. ഇവിടെ മുസബ്ബലത്ത് അല്ലാത്തുള്ള ഒരു ചർച്ചയില്ല. അള്ളാന്റെ റസൂൽ വിരോധിച്ച കാര്യം ജനങ്ങൾ യഹൂദ ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് പോകുവാനുള്ള മാർഗം എന്ന നിലക്ക് തന്നെ ഷാഫി പണ്ഡിതന്മാര് അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുക ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഷാഫി മദ്ഹബിലുള്ളത് ഇല്ലാത്തത് വായിച്ച് നിങ്ങൾക്ക് പറയാം. ഇതാ മുഗ്നിയിൽ പറയുന്നു, വയുക്റഹു തജ്സീസുൽ ഖബരി, ഖബർമ തേപ്പ് നടത്തൽ കറാഹത്താണ്, പാടില്ലാത്തതാണ്. വൽ ബിനാഉ അലൈഹി, അതും എന്തെങ്കിലും എടുപ്പുണ്ടാക്കണം. ഖുബ്ബത്തിൻ ഔ ബൈത്തിൻ, ഒരു ഖുബ്ബയാകട്ടെ, ഖുബ്ബ പോലെ വീട് പോലെ എന്തുണ്ടാക്കണം. ലിന്നഹി അൻഹുമാ ഫീ സഹീഹി മുസ്ലിം, കാരണം സഹീഹ് മുസ്ലിമിൽ അത് വിരോധിക്കപ്പെട്ടതായിട്ട് ഹദീത്ത് വന്നിട്ടുണ്ട്. മാത്രല്ല വൽ കിതാബത്തു അലൈഹി, ഖബർമ എഴുതി വെക്കലും, സവാഉൻ കതബ കുതിബ ഇസ്മു സാഹിബിഹി ഔ ഗൈരി, കബറാളിയുടെ പേരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേര് വേറെ എന്തെങ്കിലും എഴുതി വെച്ചാലും, ഫീ ലൗഹിൻ ഇൻദ റഇസിഹി അം ഫീ ഗൈരിഹി, ഒരു പലകയിലോ അല്ലെങ്കിൽ ഒരു ഫലകത്തിലോ എന്തിൽ എഴുതി വെച്ചാലും ശരി, തലന്റെ ഭാഗത്ത് വെച്ചാലും അല്ലാതെ വെച്ചാലും ശരി. ഇതെല്ലാം റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്, ഇത് തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്.
നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്റു വഅൻ യുബ്ന അലൈഹി വഅൻ യുഖദ അലൈഹി വഅൻ യുക്തബ അലൈഹി. ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. എന്തിനൊക്കെ വിരോധിച്ചു? ഖബർ തേപ്പ് നടത്തൽ, കുമ്മായം കൊണ്ടോ സിമന്റ് കൊണ്ടോ വൈറ്റ് സിമന്റ് കൊണ്ടോ എന്തുകൊണ്ട് തേപ്പ് നടത്താൻ പാടില്ല. മണ്ണ് തേക്കുന്നതിന് മാത്രം ശാഫി മദ്ഹബിൽ ചെറിയ അളവുണ്ട്. ഒന്ന് തേപ്പ് നടത്താൻ പാടില്ല. പിന്നെയോ എഴുതി വെക്കാൻ പാടില്ല, ഖബർമ ഇരിക്കാൻ പാടില്ല, ഖബർമ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് കുബ്ബയാകട്ടെ മറ്റാകട്ടെ. ഞാൻ നാൾ പറഞ്ഞില്ലേ പൊന്നാനിയിൽ എന്തുകൊണ്ടാ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ജാറം കെട്ടാത്തത്? അദ്ദേഹത്തിന് വസിയത്ത് ഉണ്ട് ഖബർമ ജാറം കെട്ടരുത്. അങ്ങനത്തെ ഒരു കാലത്ത് അങ്ങനെ വസിയത്ത് ചെയ്യണം, ചെയ്യരുത്. കണ്ടോ? അതുകൊണ്ട് മുസ്ലിയാക്കന്മാർക്ക് ധൈര്യമില്ല വസിയത്തിനെതിര് ചെയ്യാൻ. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കിക്ക. എന്തിനാ? അത് സിയാറത്തിന് പറ്റുന്നവർക്ക് ബെയിലുള്ള ഉണ്ടാക്കാനാണ്. കാരണം ഇബ്ലീസ് ഇങ്ങനെ പറയും എന്തെങ്കിലും ഉണ്ടാക്കി. അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും നോനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോന്നുണ്ടാക്കുക. അപ്പോ ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാര്, ഞാൻ ചോദിക്കട്ടെ, കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും തമ്മിലുള്ള തർക്കം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വരുന്നതിന് മുമ്പുള്ള തർക്കല്ലേ? അന്നത്തെ തർക്കത്തിലെ മർമ്മന്താ? അന്ന് പൊന്നാനിയിൽ ഒരൊറ്റ ജാറമില്ല. അതേ സമയത്ത് കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന തങ്ങള് അവിടെ വന്ന് പുതിയ തരീഖത്ത് ഉണ്ടാക്കി. മുരീദന്മാര് ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ എതിർത്തു. ഇന്നിപ്പോ എന്താ പറയുന്നത്? കഴിവും കാര്യവും അല്ലാഹുവിനാണെന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇത് ഞാൻ വായിച്ചതാ. ഇടമുട്ടൻ സംവാദം നിന്നു പോകാനുള്ള കാരണം ഇത് ഞാൻ അങ്ങ് വായിച്ചപ്പോ അങ്ങനെ ഏത് സഖാഫി എഴുതിയാന്ന് പറഞ്ഞു. ഞാൻ ആളെ പറഞ്ഞില്ല, കാരണം മൂപ്പര് അതിന് മുമ്പ് ബുക്ക് ഇങ്ങനെ മറച്ചിട്ട് ഇതിലുണ്ട്. അപ്പൊ ഞാനും തന്നെ ഇതിലുണ്ട്. അപ്പൊ മൂപ്പര് ബുദ്ധിമുട്ടിയാലോ, എനിക്കൊന്ന് കാണണം ഏത് സഖാഫി ആദ്യം ആയി പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സഖാഫി അങ്ങനെ എഴുതൂല എന്നുള്ള എനിക്ക്. അവസാനം ഞങ്ങൾ പിന്നെയും വായിച്ച് അവനെയൊക്കെ കാണണം. മധ്യസ്ഥന്മാർക്ക് കാണിച്ചു കൊടുത്തു. അലവിയും പേരോട് തിരിച്ചും മറിച്ചും കുറുക്കൻ ആമനെ കിട്ടിയ മാതിരി തിരിച്ചും മറിച്ചൊക്കെ നോക്കി. എന്നിട്ട് സ്റ്റേജുമ്പോ കയറി ന്യായീകരിച്ചു നോക്കി. 4 മിനിറ്റ് ന്യായീകരിച്ച് പേരുന്നില്ല ഞങ്ങളെ മുമ്പ്. അതിൽ പറഞ്ഞ് മാപ്പ് പറയണം. എന്തിനു മാപ്പ് പറയണം? ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയാന്ന് ഉറപ്പാണല്ലോ. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നടത്താൻ പറ്റൂല. അപ്പൊ നടത്തരുത് എന്നാ പോലെ കേസ്, വേറൊന്നുമല്ല. എന്നിട്ടോ മൗലി കളവ് പറഞ്ഞിട്ട് ഞങ്ങൾ പിടികൂടി. അപ്പൊ അതുവരെ ഞാൻ പറഞ്ഞൊക്കെ സത്യ, ആകെ ഒരേ ഒരു കളവേ പറഞ്ഞിട്ടുള്ളൂ. എടോ നിങ്ങളെ വാദം തന്നെ എന്താ? ഞങ്ങൾ പറയുന്നത് മുഴുവൻ കളവാന്നല്ലേ? അതല്ലേ ഞങ്ങളും തമ്മിൽ വാദപ്രതിവാദം നടത്തേ? നിങ്ങൾ പറഞ്ഞ കുറെ കളവാന്ന് ഞങ്ങളും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാദപ്രതിവാദം ഉണ്ടാവോ? പാലുവേൽ നിർത്തിച്ചെന്താ? അനീഫ് മൗലി കളവ് പറഞ്ഞ് പിടികൂടി. അതുവരെ പറഞ്ഞൊക്കെ സത്യ. ആകെ ഒരു കളവേ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം മുസ്ലിയാക്കന്മാരെ തട്ടിപ്പ. വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കും. വ്യവസ്ഥ എഴുതുമ്പോ കുറെ കൊസറ പറഞ്ഞു ചെയ്യാൻ നോക്കും. അവസാനം വാദപ്രതിവാദം നടന്നാ പിന്നെന്താവും? എങ്ങനെങ്കിലും സമയം കുറച്ചാണ്ട് ഉച്ചക്ക് തന്നെ പിരിച്ചുവിടാനുള്ള പയ്യെന്താ നോക്കുക. അതാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് കൊണ്ടോട്ടിയിലെ തങ്ങള് മുഹമ്മദ് ഷാ തങ്ങളെ പൊന്നാനിയിലെ ആളുകൾ പൊന്നാനി കൈക്കാർ എതിർക്കാനുള്ള ഒരു കാരണം കൊണ്ടോട്ടിക്കാർക്ക് ജാറുണ്ടായിരുന്നു, പൊന്നാനിക്കാർക്ക് അന്ന് ജാറല്ല. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞ് പിന്നീട് വന്ന മുസ്ലിയാക്കന്മാര് ഷിയാക്കൾ കൊണ്ടുവന്ന ജാറം, അത് അഹ്ലുസുന്നത്തിന്റെ പേരും പറഞ്ഞിട്ട് ശാഫി മദ്ഹബിന്റെ ആളുകളെന്ന് ഞാൻ വാദിച്ചുകൊണ്ട് ജാറം കെട്ടാൻ തുടങ്ങി. പിൽക്കാലക്കാരാ സുഹൃത്തുക്കളെ ഇതിനൊക്കെ ന്യായീകരിച്ചത്. ആകപ്പാടെ റംലിന്റെയും അതുപോലെ തന്നെ ഹൈത്തമിന്റെ ഒക്കെ വളരെ പിൽക്കാലക്കാർ പറഞ്ഞതാണ് ജാറത്ത് ന്യായീകരിക്കുന്ന ചില ഇബാറത്തുകൾ. ആ ഇബാറത്തുകൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നതല്ല ഞങ്ങളുടെ വിഷയം. ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും ജൂത ക്രിസ്ത്യാനികളെ മാർഗത്തിലേക്ക് മുസ്ലിമീങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ജാറം കെട്ടുന്നതിനെ വിമർശിച്ചിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, ഇമാം ഷാഫിയുടെ ഖബറിനു മീതെ കുബ്ബ കെട്ടിയതിനെ സംബന്ധിച്ച് അത് പൊളിച്ചു നീക്കാൻ ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. ഞാനത് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും മിണ്ടാഞ്ഞത്? അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ലേ? അങ്ങനെ ചില ആളുകൾ കുബ്ബ കെട്ടിയിട്ടില്ലേ? ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബ കെട്ടിയില്ലേ? അത് പൊതുസ്ഥലത്തായതുകൊണ്ടാണ്. അപ്പൊ പൊതുസ്ഥലത്ത് കുബ്ബ കെട്ടാൻ പാടില്ല, സ്വന്തം സ്ഥലത്ത് കെട്ടാം എന്ന ന്യായം, ആ ന്യായമൊന്നും ഹദീസിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല. ഹദീസിൽ പറയുന്നത് എന്താ? ഹദീസിൽ എവിടെയും ജാറം കെട്ടാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞ് ഒരാളെ ഖബറും പൊന്തിക്കാൻ പാടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എല്ലാരെ ഖബറും ഒരു ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ. ഇത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ മുസ്ലിയാക്കന്മാരെ ഇതിനെ ന്യായീകരിക്കാൻ ഷാഫി മദ്ഹബില് ഈ ബിനാഇനെയും കിതാബത്തിനെയും പറ്റിയുള്ള ചർച്ച. അപ്പൊ ചില ആളുകൾ പറഞ്ഞു അങ്ങനെ എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല. എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം എന്താ? ഹാക്കിം പറഞ്ഞിട്ടുണ്ട് മശ്രിക്കിലും മഗ്രിബിലും ഒക്കെ ഉള്ള കുറെ ആളുകള് അങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അദ്റഈ അതിനെ എതിർത്തു. അദ്റഈ ഇതിനെ ന്യായീകരിക്കാൻ ഇങ്ങനെ ഹാക്കിം പറഞ്ഞതുകൊണ്ട് എഴുതി വെക്കണ തരക്കേടില്ലാതെ മുമ്പേ കണ്ടുവരുന്ന കാര്യമല്ലേ. അപ്പൊ അതിനെ എതിർത്തു. ഇതാ കേട്ടോളൂ, ആ ഭാഗം ഞാൻ വേണിക്കൊന്ന് വായിക്കാം. ഇതാ
ബഅസൽ അദ്റഈ ഹുർമത കിതാബത്തിൽ ഖുർആൻ ലിതഅരീലിഹി ലിൽഇംതിഹാനി ബിദ്ദർസി വത്തൻജീസി. ഖബറിന്റെ മീതെ ഖുർആനോ മറ്റോ എഴുതി വെക്കാൻ പാടില്ല. കാരണം ഖുർആൻ അനാദരിക്കപ്പെടാൻ അത് ഇടയാകും. കാരണം ഒന്നുകിലേ ദ്രവിച്ചു പോകുക എഴുത്ത്, അല്ലെങ്കിൽ നജസ് ഉണ്ടാകുകയുമേ. ബി സദീദിൽ മൗത്തായിന്റെ തക്രാറി ദഫ്നി. പിന്നീട് വേറൊരാളെ മറവ് ചെയ്യുമ്പോൾ മരിച്ച ആളെന്നുള്ള ചെലവും മറ്റോ കൈമ വീണിട്ട് ഖുർആൻ അപമാനിക്കപ്പെടാൻ ഇടയാകും. വബുഖുൽ മത്രി, അതുപോലെ തന്നെ മഴ ഉണ്ടാകും. കണ്ടോ, ആളെ മനസ്സിലാകാൻ വേണ്ടി മാത്രം ആളെ പേരെഴുതി വെക്കുക. കുറെ കാലം കഴിഞ്ഞ ആളെ മനസ്സിലാകുമല്ലോ, പ്രത്യേകിച്ച് അമ്പിയാക്കളെയും സാലിഹീങ്ങളെയും ഖബറ്. ഇതൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് വലിമാർ അവൽ ഹാക്കിമു അന്നഹിയ ഖാല ലൈസൽ അമലു അലൈഹി. കണ്ടിട്ട് പറയാണ് മുസ്ലിമീങ്ങളും മശ്രിക്കിലും മഗ്രിബിലും ഒക്കെ അങ്ങനെ മുമ്പേ ചെയ്തു വരുന്നുണ്ടല്ലോ. വയുറദ്ദു ബിമൻ യാദിഹിൽ കുല്ലിയ. ഇതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ്. ആളുകൾ ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് തെളിവല്ല. മാത്രല്ല ആളുകളൊക്കെ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടില്ലല്ലോ എന്നല്ലേ നിങ്ങൾ പറയുന്നത്. പക്ഷേ പണ്ഡിതന്മാർ എതിർക്കാതിരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം പറയാണ് ഫൈൻ ഖുൽത ഹാദാ ഇജ്മാഉൻ ഫിഅലിയുൻ വഹുവ ഹുജ്ജത്തുൻ കമാ സറഹു ബിഹി ഖുൽതു മംനൂഉൻ. കണ്ടോ, ആളുകൾ കുറെ ആൾ ചെയ്തു, പണ്ഡിതന്മാർ എതിർത്തില്ല എന്നുള്ളത് തെളിവല്ല. ഇജ്മാ എന്ന് പറയാൻ തന്നെ പറ്റില്ല. ഹു അക്സരിയൻ, കുറെ ആൾ അങ്ങനെ ചെയ്തു എന്നേ വെക്കാൻ പറ്റുള്ളൂ. ഇതിലം യുഹ്ഫദു ദാലിക ഹത്താ ലിൽ ഉലമാഇ അല്ലദീന യറൗന മൻഅഹു. അതിനെ എതിർക്കുന്ന പണ്ഡിതന്മാര് അവരാരും അത് എതിർത്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? എന്നിട്ട് അദ്ദേഹം പറയുന്നോട്ടുള്ളൂ ഫമഹല്ലു ഹുജ്ജിയതിഹി കമാ ഹുവ ളാഹിറുൻ ഇന്നമാ ഹുവ ഇൻദ സ്വലാഹിൽ അസ്മിനതി ബിഹൈതു യുനഫദു ഫിൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ ഖദ് തഅത്തല ദാലിക മിൻ മുൻദു അസ്മിന. പണ്ഡിതന്മാർ പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാലമായിരുന്നില്ല അത്. പണ്ഡിതന്മാരെ വാക്ക് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അതൊന്നും നടപ്പിലാകാത്തൊരു കാലത്താണ് ഇങ്ങനെ ചില ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ കിതാബത്ത് ഖബറും എഴുതിയക്കലും മുമ്പേ നടന്നു വരുന്നതാണല്ലോ എന്ന് അദ്റഈ പറഞ്ഞപ്പോ, അങ്ങനെയാണെങ്കിൽ ഖബറും എടുപ്പുണ്ടാക്കലും മുമ്പേ നടന്നു വരുന്നതാണല്ലോ. എന്നാൽ അത് പാടുണ്ടോ? പാടില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ എതിർക്കാതെ കുറെ കാലം നടന്നു പോയില്ലേ എന്ന് പറഞ്ഞാൽ അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുക, അതാണ് പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി. അതിനൊന്നൊരു നിലയും വിലയില്ലാത്ത കാലം അത് കുറെ കാലായി. അതുകൊണ്ട് ജനങ്ങളാരും പണ്ഡിതന്മാർ എതിർത്തിട്ടില്ല എന്നത് തെളിവാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈത്തമി തന്നെ അദ്റഈയെ എതിർക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ തുഹഫ ശറഹുൽ മിൻഹാജിലുള്ളതാണ്. അപ്പൊ തുഹഫി നിഹായൊക്കെ വായിച്ചിട്ട് മറുപടി പറയണമെന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുഹഫി നിഹായും അതുപോലെ ഷാദി ചില ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത് നിങ്ങളുടെ മദ്ഹബ് എന്ന നിലക്കാണ്. നിങ്ങൾ മദ്ഹബുകാരാണെന്ന നിലക്കല്ല. മദ്ഹബിനെ നിങ്ങൾ തഖ്ലീദ് ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മദ്ഹബിൽ ഹദീസിനെതിരായത് കണ്ടാൽ മദ്ഹബിന്റെ വാക്കുകൾ വലിച്ചെറിഞ്ഞ് ഹദീസിലേക്ക് വരണം. കാരണം ഇമാം ഷാഫി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇദാ റഅയ്തും ഫീ കലാമി മാ യുഖാലിഫുൽ ഹദീസ. എന്റെ വാക്കിൽ നിങ്ങൾ ഹദീസിനെതിരായത് കണ്ടാൽ ഹദീസ് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം. വദ്രിബൂ ബി കലാമിൽ ഹായിത്ത, എന്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിയണം. അപ്പൊ പിന്നെ പിൽക്കാലക്കാരായ ഏതെങ്കിലും ആളുകളുടെ ഏതെങ്കിലും കാലകീലകൾ കണ്ടിട്ട് നിങ്ങൾ ഹദീസിനെതിരായ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പറയാനുള്ളത്. പിന്നെ ഇയാൾ പറഞ്ഞ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഇമാം നവവിയുടെ കിതാബില് ആ ഖബർ മുഖുബുണ്ട്, ഈ ഖബർ മുഖുബുണ്ട്. അത് ഒരു ഖബറും മശഹൂർ, പ്രസിദ്ധമായ ഖബറാണ്. ഇസാർ വ യുതബറക്, അതിന് സിയാറത്ത് നടക്കാറുണ്ട്, ആളുകൾ ബർക്കത്തെടുക്കാറുണ്ട്. അത് ദീനിൽ തെളിവാ. നാട്ടിലങ്ങനെ എന്തെല്ലാം നടക്കുപ്പങ്ങള് ഒരു സാധനം ഇറക്കിയില്ലേ, ഒരു ജാറം ആൽബം അല്ലേ, കാണാ കാഴ്ചകൾ. മുജാഹിദീങ്ങൾ പറയുന്നു കേരളത്തിൽ മാത്രമേ ജാറുള്ളൂ. എന്നാ കണ്ടോളിയും, അവിടെ ജാറും, ഇവിടെ ജാറും, മറ്റോടത്ത് ജാറും, എന്റെ ജാറും, മറ്റേ ജാറും. ഒരാൾക്ക് തന്നെ 3 സ്ഥലത്തൊക്കെ ജാറും. ഒരു നബിക്ക് 3 സ്ഥലത്ത് ജാറും. അപ്പൊ എന്താ ഒക്കെ കള്ളജാറങ്ങളാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരില് ഇവരൊരു ജാറം കെട്ടിയിട്ട് ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത് എന്താ അറിയോ? ഇവരെ വക ഒരു പച്ച ഒരു പുതപ്പിട്ട ഒരു വലിയ ദർഗന്റെ ഫോട്ടോ, ഇതാണ് റസൂലുള്ളാഹിന്റെ ഖബർ. അതിനൊക്കെ എതിർത്ത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോ അവർ തന്നെ എന്താക്കി, ഒഴിവാക്കി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ. പിന്നെ ഇയാൾ പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യം, സമയം വൈകിയിട്ടുണ്ട്, സമയം കഴിയാറായി. ഇയാൾ പറഞ്ഞുള്ള 14 നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് കുറെ പാട്ടും ബെയ്ത്തും കള്ളക്കഥയൊക്കെ പാട് ഇയാൾ പറഞ്ഞു. ഒന്ന്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അബൂ ഹനീഫന്റെ ഖബറിനെ പോയിട്ട് ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം. അതൊരു കള്ളക്കഥയാണ്. പല സ്ഥലത്തും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതേ കാര്യം ഇയാൾ എവിടെ വന്ന് പറഞ്ഞോരോ, പുത്തനത്താണി ഒന്ന് പറഞ്ഞു. ഞാൻ മറുപടി കൊടുത്തു. പിന്നെ ആ ബൈക്ക് വന്നിട്ടില്ല. ഇയാൾ എത്ര സ്ഥലത്ത്, ഇയാൾ പറഞ്ഞു ഇന്നൊന്ന് കിട്ടാൻ വേണ്ടി നടക്കാണ്. മണ്ണാർക്കാട്ടത്ത് നേരെ കിട്ടിയില്ലേ? അത് കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു താൻ? കുറെ കാലം മുങ്ങി അടക്കായിരുന്നില്ലേ? മറ്റവനെപ്പോ കാണാൻ തന്നെയല്ല. ബോബനും മോളി അറിഞ്ഞ മാതിരി അലബിയും സുലൈമാനും ആയിരുന്നു. ഇപ്പൊ സുലൈമാന്റെ വർത്താനം തന്നെ കേൾക്കാല്ല.
എത്ര സ്ഥലത്ത് ഞാൻ മറുപടി ഇയാൾ വരാതിരുന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളാര് പറയുന്നു എന്നുള്ളതല്ല, ആശയം എന്ത് പറയുന്നു എന്നല്ല. ഞങ്ങൾ ചിലപ്പോൾ ഞാൻ വരും, വേറെ ആൾ വരും, എന്നിട്ട് ഇയാൾ പറയും എനിക്കൊന്ന് കിട്ടാന്ന് വിചാരിച്ച് നടക്കായിരുന്നു. ഞാൻ അങ്ങനെ കാണാതെ കേൾക്കാതെ നടക്കല്ലേ അവിടെ. ഇപ്പൊ ഇയാൾ പുത്തനത്താണി വന്നു, ഞാനിതൊക്കെ പറഞ്ഞു അബു ഹനീഫന്റെ പേരിൽ നിങ്ങൾ പറയുന്നത് കള്ളക്കഥയാണ്. അപ്പൊ ഫൈസൽ ഹസനി വന്നിട്ട് റെഡിമെയ്ഡ് പ്രസംഗം കാച്ചിയർ പോയി. നമ്മൾ പറഞ്ഞതിനൊന്നും മറുപടിയില്ല. ഇവിടെ ഇപ്പൊ അങ്ങനെ സംഭവിച്ച CP സലീം വന്നു. CP സലീം പറഞ്ഞതിന് മറുപടി എന്നും പറഞ്ഞ റഷീദ് സഖാഫി വന്നിട്ടുണ്ട, അയാൾ പഠിച്ച റെഡിമെയ്ഡ് പ്രസംഗം നടത്തിപ്പോയി. അതല്ലേ ഉണ്ടായത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അബു ഹനീഫയുടെ ഖബറിങ്കൽ വന്നു എന്നും പറഞ്ഞിട്ട് ഒരു കഥ ഇയാൾ ഇവിടെ പറഞ്ഞു. അത് ദുർബലമായ റിപ്പോർട്ടാണ്, സഹീഹായ പരമ്പരയോട് കൂടി ഉദ്ധരിക്കപ്പെട്ടതല്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത്, അത് റാസി പറഞ്ഞിരിക്കുന്നു മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസയാണ്. അതിന് ഞാൻ ചോദ്യം ചെയ്തിരുന്നു, റാസി പറഞ്ഞത് എന്താണ്? റാസി പറഞ്ഞു വൽമുദബ്ബിറാത്തി അംറ എന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. വൽമുദബ്ബിറാത്തി അംറ എടുത്തു നോക്കുമ്പോ എന്താ, അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ്, അതിൽ ഇജ്മാ ഉണ്ട്. ഇവിടെ പറഞ്ഞതോ, ഇവിടെ പറഞ്ഞത് വിശുദ്ധാത്മാക്കളാണെന്നാ. അതുകൊണ്ട് ആത്മാക്കളെ ശരണം എന്ന് പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തി എന്നല്ലേ തെളിവ് പറഞ്ഞതാ. പക്ഷേ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാന്റെ റസൂല് മഖ്ലൂക്കിനോട് ഇസ്തിഗാസ നടത്തൂല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അബൂ സുലൈമാനുൽ ഖത്താബി ഇവരൊക്കെ പറഞ്ഞതായിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലുണ്ട്. എന്നിട്ട് ഇയാൾ പറയാ ലാ യസ്തഈദു ബി മഖ്ലൂഖിൻ എന്ന് പറഞ്ഞാൽ മരിച്ച മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൂല എന്നാണോ? അപ്പൊ എന്താ, മരിച്ചോല് മഖ്ലൂഖ് അല്ലേ? മരണം കഴിഞ്ഞാൽ പിന്നെ മഖ്ലൂഖ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് പോയോ, ഖാലിക്കായി മാറുവോ? എന്തായി പറയണത് നിങ്ങളൊന്ന് പറയണം. അപ്പൊ ലാ യസ്തഈദു ബി മഖ്ലൂഖ്, അല്ലാഹുവിന്റെ റസൂൽ സിട്ടിയോട് സഹായാർത്ഥന നടത്തുകയില്ല എന്നതിന് തെളിവായിട്ടാണ് ആരൊക്കെ? അബൂ സുലൈമാൻ അൽ ഖത്താബി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഇബ്നു അബ്ദുൽ ബർ, അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അല്ലാൻ ഫുതുഹാത്തുർ റബ്ബാനിയിലും പറഞ്ഞു, ദലീലുൽ ഫാലിയിലും പറഞ്ഞു. മുല്ലാ അലിയുൽ ഖാരി അദ്ദേഹം പറഞ്ഞു, അത് ഇബ്നു റജബ് ഹംബലി ഇദാ സഅൽത ഫസ്അലില്ലാ എന്നതിൽ അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വായിച്ചിരുന്നു സുയൂത്തിയുടെ അൽ-അംറു ബിൽ ഇത്തിബാ, റസൂലുള്ളാഹിയുടെ സഹാബത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി, എത്ര പെട്ടെന്ന് അവർക്ക് വരൾച്ചയുണ്ടായി. എന്നിട്ട് അവരെന്താ ചെയ്തത്? റസൂലുള്ളാഹിന്റെ ഖബർ അവിടെയല്ലേ, ഹല്ലാ ജാഉ വസ്തസ്ഖൗ, റസൂലുള്ളാഹിന്റെ ഖബർ കൊണ്ടൊരു മഴയെ തേടിയോ? ഇല്ല, അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കാ ചെയ്ത്. അബ്ബാസ് അബ്ദുൽ മുത്തലിബ് മുമ്പിൽ നിർത്തിക്കൊണ്ട് അമീർ സൻആനി അദ്ദേഹത്തിന് അൽ ഇൻസാഫ് എന്ന് പറയുന്ന ഫീ ബയാനി കറാമാത്തിൽ ഔലിയ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ അമീർ സൻആനി സുബ്റുൽ സലാമിന്റെ കർത്താവ്, ബുലൂഗുൽ മറാമിന്റെ വ്യാഖ്യാനം സുബ്റുൽ സലാമിന്റെ കർത്താവ്, അതാ അൽ ഇൻസാഫ് എന്ന് പറയുന്ന കിതാബ്. ഈ കിതാബില് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ച് റസൂൽ നമ്മളും ഫലം യുഅലം അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗാത ബിറസൂലിൻ മിൻ ഉലിൽ അസ്മി വലാ ഗൈരിഹിം മിൻ ദശദാഇദി. അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും പ്രയാസപ്പെട്ട ഘട്ടങ്ങളിൽ ഉലുൽ അസ്മിൽപ്പെട്ട ഏതെങ്കിലും ഒരു റസൂലിനോട് ഇസ്തിഗാസ നടത്തിയതായി അറിയപ്പെട്ടിട്ടില്ല പ്രമാണങ്ങൾ കൊണ്ട്. ബൽ കാന അലു മാ ലാഖാഹു മിന്നാ യൗമ ത്വായിഫ് ഫകാന ദുആഉ വദ്ദുആഉൽ മഅറൂഫ് വല്ലജു ഇലല്ലാഹി തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസപ്പെട്ട ത്വായിഫ് ദിനത്തിലാണ്, അന്നും അല്ലാഹുവിനോടാണ് വിളിച്ചു തേടിയത്. വകദാലിക അസ്ഹാബഹു മിൻ ബഅദിഹി, റസൂലുള്ളാഹിക്ക് ശേഷം റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ലാ യുഅലമു അന്ന അഹദൻ മിൻഹും അന്നഹു ഇസ്തഗാത ബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലിനോട് ഇസ്തിഗാസ നടത്തിയിട്ട് ഒറ്റ സ്വഹാബിയിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ല. വലാ യുംകിനു അഹദുൻ യഅതി ബിഹർഫിൻ വാഹിദിൻ അന്ന സ്വഹാബിഹി അന്നഹു ഖാൽ യാ റസൂലല്ലാഹ് വയാ മുഹമ്മദ് മുസ്തഗീതൻ ബിഹി ഇൻദ ശിദ്ദത്തിൻ നസലത് ബിഹി. എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ യാ റസൂലല്ലാഹ് യാ മുഹമ്മദ് എന്ന് വിളിച്ചു തേടിയതായിട്ട് ഒരൊറ്റ സഹാബിയിൽ നിന്നും ഒരു ഹർഫ് പോലും കൊണ്ടുവരുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ബൽ കുല്ലുൻ യർജു ഇൻദ ശദാഇദി ഇലല്ലാഹി തആല, അവരെല്ലാവരും പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അല്ലാഹുവിനോടാണ് ഇസ്തിഗാസ നടത്തിയിരുന്നത്. അൽ ഇൻസാഫ് ഫി ഹഖീഖത്തിൽ ഔലിയാ വമാ ലഹും മിനൽ കറാമാത്തി വൽ അൽതാഫ്. അമീർ സൻആനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മദീനയിലെ പണ്ഡിതനായ അബ്ദുർ റസാഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിന്റെ തഹ്ഖീഖോടുകൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാര് ഇതിനെതിർത്തിട്ട് നിങ്ങൾ പാട്ടും പെയ്ത്തോണ്ട് തെളിയിക്കാൻ കഴിയൂല. സംലഖാനി അതാ പറയുന്നു, സുബക്കി അതാ പറയുന്നു, റംലി അതാ പറയുന്നുണ്ട്. ഒരേ പാട്ടും പെയ്ത്തൊന്നും തെളിവല്ല. ഈ പറഞ്ഞ പണ്ഡിതന്മാർ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, ഞങ്ങളും നിങ്ങളും തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ വിളിക്കാണ്, വിളിച്ചാൽ കേൾക്കും. ഉത്തരം ചെയ്യോ? ഉത്തരം ചെയ്യും. നിങ്ങളെ സഹായിക്കും.
എന്ന വിശ്വാസത്തോടു കൂടി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് ഈ പറഞ്ഞ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും? ഇതേ ഇൻസാഫിൽ തന്നെ കാണാം. നിങ്ങളിപ്പോ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പുസ്തകത്തിന്റെ 93-ാമത്തെ പേജിൽ ഖാല അബൂ ഹനീഫ ലാ യംബഗി ലിഅഹദിൻ അൻ യദഉ അല്ലാഹ ഇല്ലാ ബിഹി. അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ഒരാൾക്ക് യോജിച്ചതല്ല അല്ലാഹുവിന്റെ പേര് കൊണ്ടല്ലാതെ. ഫലാ യഖൂലു അസ്അലുക ബിഫുലാൻ വഫുലാൻ, ഇന്നാലിന്ന ആളെ കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. വബിമലായികതിക വബിഅംബിയായിക, നിന്റെ മലക്കുകളെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അമ്പിയാക്കളെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് പാടില്ലാത്തതാണ്. ലിഅന്നഹു ലാ ഹഖ്ഖ ലിൽ മഖ്ലൂഖ് അലാ ഖാലിഖിഹി, സത്താവായ അല്ലാഹുവിന്റെ അടുക്കൽ ഒരൊറ്റ സൃഷ്ടിക്കും ഒരവകാശവും ഇല്ല. വ്യക്തമായി ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞ ഇബാറത്തുകൾ ഞങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾ ബേജാറാണ്ട്, അതൊക്കെ വ്യക്തമായ തെളിവ് ഞങ്ങളുണ്ട്. നിങ്ങൾ ഈ പാട്ടും ബെയ്ത്തൊക്കെ നിർത്തിയിട്ട് ഇന്നാലിറ്റ പണ്ഡിതൻ ഞങ്ങൾ ഈ പറയുന്ന ഇസ്തിഗാസ തെളിവ് സഹിഹാണ് എന്ന് തെളിവ് ഉദ്ധരിച്ച് പറഞ്ഞത് ഉദ്ധരിക്കും. പണ്ഡിതന്മാരെ വാക്ക് ദീനിൽ തെളിവല്ല. റംലി പറഞ്ഞില്ലേ മറ്റേ അതും ദീനിൽ തെളിവല്ല. അപ്പൊ തെളിവ് പറഞ്ഞിട്ടുണ്ടോ? റംലി എന്താ തെളിവ് പറഞ്ഞത്? കറാമാത്ത് മുറിയില്ല. കറാമാത്ത് മുറിഞ്ഞാലും മുറിഞ്ഞില്ലെങ്കിലും ഇസ്തിഗാസൊക്കെ തെളിവാ. കറാമാത്ത് മുറിയിലാണെന്നുകൊണ്ട് ഇസ്തിഗാസ ചെയ്യാൻ കിട്ടുമോ? അപ്പൊ റംലി പറഞ്ഞാലും അബിനേജർ പറഞ്ഞാലും ആര് പറഞ്ഞാലും തെളിവ് സമേതം ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. അത് ഉദ്ധരിക്കാതെ സാധാരണക്കാർ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ 114 കാലത്ത് ഇസ്തിഗാസ എന്നും പറഞ്ഞിട്ട് ഇല്ല. റുത്ബി എന്ന കള്ളുടിയന്റെ കഥ എന്നിട്ട് പല കാര്യമായിട്ട് വായിച്ചതാണെന്ത് മുസ്തഹ്സിനീന ലഹു. നമ്മൾ ഇന്നാലിന്റെ ഹോജാക്കന്മാരൊക്കെ റുത്ബിന്റെ കഥ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ത് മുസ്തഹ്സിനീന ലഹു, അയാളെ കുറിച്ചുള്ള നല്ല വിചാരം, നല്ലവനായിരിക്കാം എന്ന വിചാരത്തിൽ ഓരോരുത്തർ ഉദ്ധരിച്ചത് ദീനിൽ തെളിവാ. തെളിവ് ഇങ്ങോട്ട് പറയും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് മറുപടി പറയാം. പിന്നെ സുഹൃത്തുക്കളെ, ഇവിടുത്തെ ചോദ്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ 5 ചോദ്യം കൊടുത്തിരുന്നു, അതിന് മറുപടി ഉണ്ടായില്ല. ഒന്നാമത്തെ ചോദ്യം, മഹാന്മാരായ സഹാബിമാരെയും സലഫ് സാലിങ്ങളെയും സുന്നികൾ ബിംബത്തെ ആരാധിക്കുന്ന പോലെ ആരാധിക്കുന്നവരാണെന്ന് പറയുന്ന നിങ്ങൾക്ക് ആരാധനയുടെ നിർവചനം പറയാമോ? ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്ന എന്താണ്? ബിംബാരാധന പോലെ, അതൊക്കെ ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല. ആരാധന ഇബാദത്തിന്റെ നിർവചനം പൊടിച്ച് എഴുതി വെച്ചോളിയും. അഖ്സാഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി. എത്ര സംവാദത്തിൽ നിങ്ങൾ ചോദിച്ചതാ? ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലേ. അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം മുൻഗാമികളായ ആളുകളൊക്കെ പറഞ്ഞ നിർവചനം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ആരാധനയും ആദരവും തമ്മിലുള്ള അന്തരമെന്ത്? അത് ഈ നിർവചനത്തിന്റെ കിട്ടും. ആരാധന എന്ന് പറഞ്ഞാൽ അതിന് അങ്ങേയറ്റത്തെ താഴ്മയും വണക്കവും ഉണ്ടാവും. ആദരവിൽ അതുണ്ടാവില്ല. നമ്മൾ ഉപ്പാനെ ആദരിക്കണം, ഉസ്താദന്മാരെ ആദരിക്കണം, അതിലൊരിക്കലും അങ്ങേയറ്റത്തെ താഴ്മയും വിനയം ഉണ്ടാവില്ല. അതുപോലെ കഅബത്തിനെ ആദരിക്കണം. ഇപ്പൊ കഅബത്തിന് നമ്മൾ തവാഫ് ചെയ്യുന്നുണ്ട്, അത് കഅബത്ത് ആദരിക്കലാണ്, കഅബക്കുള്ള ആരാധനയല്ല. പള്ളി ആദരിക്കണം. പള്ളിക്ക് നമ്മൾ സുന്നത്ത് നിസ്കരിക്കും, പള്ളിയിൽ പല നിബന്ധനകളും പാലിക്കണം, ഇബാദത്തിനോട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. ആ ആദരവും ബഹുമാനവും വേണം. പക്ഷെ പള്ളിക്കുള്ള ആരാധനയല്ല, അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. അപ്പൊ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം, ആരാധന എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ആയിരിക്കും, ആദരവിൽ അതുണ്ടാവൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ മഴ തേടിയ സംഭവം ചരിത്ര സത്യമാണ്. സഹാബത്തിൽ ഇതിന്റെ പേര് നിങ്ങൾ മുശ്രിക്കാക്കുമോ? ചോദ്യം തന്നെ തെറ്റാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ സഹാബി മഴ തേടിയിട്ടില്ല. റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. റസൂൽ മിമ്പറിൽ നിൽക്കുമ്പോൾ നബിയേ ദാ കാലുകൾ വരെ ചത്തുപോകാൻ തുടങ്ങി, അവിടുന്ന് ദുആ ചെയ്യണം. റസൂൽ ദുആ ചെയ്തു, അത് സംഭവം ഉള്ളതാണ്. മഴ പെയ്തു. റസൂലിന്റെ വഫാത്തിന് ശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുമ്പിൽ നിർത്തി പ്രാർത്ഥിച്ചു. റസൂലിനോട് മഴ തേടി എന്നത് ശുദ്ധ കളവാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചോദ്യം തന്നെ തെറ്റാ. അതുകൊണ്ട് സഹാബത്ത് മുശ്രിക്കാണോ അല്ലേ എന്ന് പറയേണ്ട പ്രശ്നം തന്നെ അവിടെ ഇല്ല. മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ ലഭിക്കുകയില്ലെന്ന് പറഞ്ഞ് മരിച്ചിടത്ത് ഖുർആൻ ഓതുന്നതിനെ വിമർശിക്കുന്നെങ്കിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്ന എന്തിനാണ്? മയ്യത്ത് നിസ്കരിക്കണം എന്ന് റസൂൽ പറഞ്ഞോണ്ട്. മരിച്ചിടത്ത് ഖുർആൻ ഓതാത്ത എന്താ? ഓതണമെന്ന് റസൂൽ പഠിപ്പിക്കാത്തോണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി, 100 കണക്കിന് ആഫിലികളുണ്ടായി, ആരും ഓതിയില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മരിച്ചു, മക്കൾ മരിച്ചു, ആരുടെ പേരിലും മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതിയില്ല. അതേസമയം ഈ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വരെ പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അത് ഹദിയ ചെയ്താൽ അതിന്റെ കൂലി അവർക്ക് എത്തുകയില്ല. അത് പറഞ്ഞ് ഇമാം ഷാഫിയും പറഞ്ഞു മയ്യത്ത് കരിക്കണോ. അപ്പൊ മയ്യത്ത് സ്കരിക്കണത് ഹദീസിൽ ഉള്ളതാണ്, മരിച്ചവർക്ക് ഖുർആൻ ഹദീസിൽ ഇല്ലാത്തതാണ്. പിന്നെ അത് കൂലി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളല്ല, ഇമാം ഷാഫിയുടെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുകയില്ല എന്നതാണ് ഇമാം ഷാഫിയുടെ മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം. അല്ലദ്കാല നവവി അതാ രേഖപ്പെടുത്തുന്നു, ഫതാവൻ നവവിയിലും അതാ, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അതാ. അതുകൊണ്ട് അതൊക്കെ ഇമാം ഷാഫിയോട് ചോദിച്ചാൽ ഞങ്ങളോട് ചോദിക്കണ്ട.
സഹാബികളുടെ ചരിത്രം മുതൽ തന്നെ മയ്യത്തിന് സദഖ ചെയ്യൽ നടപ്പിലാണെന്ന് ഇമാം രേഖയെ സംബന്ധിച്ച് എന്ത് പറയുന്നു? മയ്യത്തിന് ആരും സദഖ ചെയ്യലില്ല. മയ്യത്തിന് സദഖ, ചോദ്യം തന്നെ തെറ്റാ. ഇതാ മമ്മണി വലിയ ചോദ്യം. ഇനി അങ്ങ് കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കാണ്ട് അങ്ങ് പഠിച്ചോളി. അത് വിശദീകരണ സഹിത. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബിയെയോ മഹാനെയോ വിളിച്ച് ഇസ്തിഗാസ നടത്തിയത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാമോ? ഒന്നാമത്തെ ചോദ്യം. അതിലൊരു ഉപചോദ്യം കൂടിയുണ്ട്. സഹാബികൾ ആരെങ്കിലും വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സഹായാർത്ഥന നടത്തിയതായി സ്വഹീഹായ തെളിവുകൾ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യം, എന്റെ ഖബറിനരികിൽ വന്ന് ആരെങ്കിലും യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നബി വചനമുണ്ടെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അതിൽ തന്നെ രണ്ട് ഉപചോദ്യം കൂടിയുണ്ട്. വല്ലവനും എന്റെ ഖബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തെളിയിക്കാമോ? ഒരു ഉപചോദ്യം കൂടി, നിങ്ങൾ എന്റെ ഖബറിനരികിൽ വന്ന് വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി രേഖയുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, അദ്ദേഹം എന്റെ ഖബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകുമെന്ന് ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നത് വഫാത്തായി പോയ നബിയെ വിളിച്ചു സഹായാർത്ഥന നടത്താൻ തെളിവാണോ? മൂന്നാമത്തെ ചോദ്യം. ഇനി അതിൽ തന്നെ നാലാമത്തെ ചോദ്യം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കേൾക്കെ ദുആ ചെയ്യുകയും സഹാബികൾ അതിന് ആമീൻ പറയുകയും ചെയ്ത ഒരു സംഭവമെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാമോ? 5, റമളാനിൽ ഖിയാം റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നമസ്കരിച്ചതായി തെളിയിക്കാമോ? 6, 2 പെരുന്നാൾ നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ ഈദ്ഗാഹിൽ വെച്ചല്ലാതെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചത് തെളിയിക്കാമോ? 7, ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷം സഹാബി വനിതകൾ ആരും തന്നെ പള്ളിയിലെ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോയിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയും എഴുതുകയും ചെയ്യുന്നു. ഏതാണ് ആ ഹിജാബിന്റെ ആയത്ത്? അത് ഹിജ്റ എത്രാം വർഷമാണ് ഇറങ്ങിയത്? അതിൽ തന്നെ ഒരു ഉപചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബി വനിതകൾ പള്ളിയിൽ പോയത് നിങ്ങൾ നിഷേധിക്കുമോ? 8ാമത്തെ ചോദ്യം, നമസ്കാരം കഴിഞ്ഞാൽ ഇമാം അല്പം ഇരിക്കണം. അല്ലാഹുമ്മ അന്തസ്സലാം മിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന സമയം മാത്രം, അത്ര സമയം മാത്രം ഇരുന്ന് സ്ഥലം വിടലാണ് ഉത്തമമെന്ന് ഷാഫി മദ്ഹബിലെ മിക്ക ഫിഖ് കിതാബുകളിലും ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സഹാബികളും അക്കാര്യത്തിൽ ഏകോപിച്ചതായി ഷാഫി ഫുഖഹാക്കൾ പറയുന്നു. ഇത് നിങ്ങൾ നിഷേധിക്കുമോ? 9ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ടോ? ജന്മദിനത്തിൽ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിന് ഒരുങ്ങി നിൽക്കല്ലേ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എത്രാമത്തെ വയസ്സിൽ? 63ാമത്തെ വയസ്സിൽ. 40ാമത്തെ വയസ്സിൽ വഹയി കിട്ടി. 63ാമത്തെ വയസ്സിൽ വഫാത്തായി. 23 കൊല്ലം നബിയായി ജീവിച്ചു. അത് 22 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. ഒരൊറ്റ റബീഉൽ അവ്വലെങ്കിലും അള്ളാഹുവിന്റെ റസൂല് എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ സഹാബികൾ ഒരു 10 കാരക്ക, അത് എല്ലാവർക്കും കിട്ടുന്നതാ. 10 കാരക്കത്തെ 20 ചീളാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു, സന്തോഷിച്ചോളി എന്റെ ജന്മദിനാണ് എന്ന് റസൂൽ പറഞ്ഞോ? ഒരര സലാത്ത് അധികം ചൊല്ലിയോ? പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് പ്രശംസിച്ചിട്ടുണ്ട്, സഹാബത്ത് റസൂലിനെ പ്രശംസിച്ചിട്ടുണ്ട്. പക്ഷേ ജന്മദിനം നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പ്രശംസിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്, മക്കള്, സഹാബികൾ ഇവരുടെ ആരുടെയെങ്കിലും ജന്മദിനം അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടാടിയിട്ടുണ്ടോ? പൂർവ്വകാല പ്രവാചകന്മാർ 25ഓളം നബിമാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഒരൊറ്റ നബിയുടെ ഏറ്റവും ബർത്തെങ്കിലും പരിശുദ്ധ ഖുർആനിലുണ്ടോ? അവർ മരിച്ച സ്ഥലമുണ്ടോ? അവരെ ഖബറടക്കിയ സ്ഥലമുണ്ടോ? ഈ 25 നബിമാരിൽ ഒരാളുടെയെങ്കിലും ജന്മദിനം അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടാടിയിട്ടുണ്ടോ? ഖദീജ ബീവിയുടെ ജന്മദിനം കൊണ്ടാടി ആടിനർത്തിയെന്ന് നിങ്ങൾ പറയുന്നു. ഹദീസിന്റെ കിതാബിൽ അത് അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ഖദീജ ബീവിയുടെ ജന്മദിനം കൊണ്ടാടുന്നില്ല? ഖദീജ ബീവിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെന്താ അത് കൊണ്ടാടാത്തത്? ജീലാനി ദിനത്തെക്കാൾ റിഫായി ദിനത്തെക്കാൾ ഒക്കെ പ്രധാനപ്പെട്ടതല്ലേ? മാത്രമല്ല നിങ്ങൾ തന്നെ സമ്മതിച്ചു, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഏതാണ് ആ 300? അലവലാദികൾ ജീവിച്ച കാലല്ല. ഖൈറു ഉമ്മത്തി ഖർനി തുമ്മ അല്ലദീന യലൂനഹും തുമ്മ അല്ലദീന യലൂനഹും. എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമർ എന്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ തലമുറ, പിന്നെ അതിനടുത്ത താബിയുകൾ, പിന്നെ അതിനടുത്ത താബിയുകൾ. അവർക്ക് ശേഷമാണ് ഇതുണ്ടായത്.
ഹിജറ 4-ാം നൂറ്റാണ്ട് മുതൽ ഈ സമ്പ്രദായം നടപ്പിലാവുകയും ഇത് സംബന്ധമായ പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും ചെയ്തു എന്ന് സുന്നി വോയിസ് 1981 ഡിസംബർ 18 നിങ്ങൾ എഴുതിയിട്ടില്ലേ? അപ്പൊ 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഇസ്ലാമിൽ ഉൾപ്പെടുക? അത് ഇസ്ലാമിൽ ഉൾപ്പെടുവോ? ഇവിടെ ഇയാൾ പ്രസംഗിച്ച പറഞ്ഞു പച്ചക്കുമ്പ നോക്കി നിൽക്കൽ സുന്നത്താണെന്ന് കിതാബിലുണ്ട്. അപ്പൊ ഹിജറ 600 ശേഷം സുന്നത്ത് ഉണ്ടാവൂടോ? സുന്നത്ത് എന്ന് പറഞ്ഞ ഹിജറ 600 ശേഷം ഉണ്ടാക്കിയ കുബ്ബൈ അത് നോക്കിക്കൽ സുന്നത്ത്. എന്താ സുന്നത്ത് പറഞ്ഞ? ഖൗലുർ റസൂലി വഫഇലുഹു വതഖരീറുഹു. ഒന്നുകിൽ റസൂൽ പറയണം, അല്ലെങ്കിൽ റസൂലിന്റെ പ്രവർത്തനം വേണം, അല്ലെങ്കിൽ റസൂലിന്റെ മൗനാനുവാദം വേണം. 600 കൊല്ലം കഴിഞ്ഞിട്ട് 650 കൊല്ലം കഴിഞ്ഞിട്ട് കലാബുൽ സാലിഹ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കും. അപ്പോൾ അത് നോക്കി നിൽക്കൽ സുന്നത്താണ്. യുസന്നു ഇതൊക്കെ നിങ്ങളെ സുന്നത്തിന്റെ കോലം. നിങ്ങളെ പറയുന്ന സുന്നത്താണ്. അപ്പൊ 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായത് സുന്നത്താവോ? 40 ആയത്തുണ്ട് എന്നാ ഈ അംസക്കോയ ബാക്കവി പറയണത് മൗലൂദിന് തെളിവൈ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സഹാബികൾക്കും താബികൾക്കും താബികൾക്കും ഈ 40 ആയത്ത് മനസ്സിലായില്ല. കാരണം അവരാരും മൗലീദ് കൊണ്ടാടിക്കില്ല എന്ന് ബരനെ പറയുന്നു. മൗലവി നിങ്ങൾ തയവന്റെ വെയ്ത്ത് പറഞ്ഞില്ലേ? 5000 ഇറക്കണം, കോയി 10,000 പൊരിക്കണം എന്നല്ലേ തയവ പറഞ്ഞില്ല? നിങ്ങൾ മൂടിവെക്കല്ലേ? മൂടി വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആനയെ തന്നെ പൊരിച്ചോളി. പക്ഷെ സംഗതി വിധത്താണോ? അതാ അവിടെ വിഷയം. തഴവക്ക് വരെ സമ്മതിക്കേണ്ടി വന്നില്ലേ? തഴവെന്താ സമ്മതിച്ചത്? 300 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഏർപ്പാടാണ്. അത് ഇസ്ലാമിൽ പെടുവോ? അതാ ഞങ്ങളെ ചോദ്യം. അൽയൗമാക്കുമൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വഹയാകുന്ന എന്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ ഇതാ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ഇതിൽപ്പെടാത്ത വല്ലതും ആരുണ്ടാക്കിയാലും അത് പുത്തനാണ്, അത് അല്ലാഹ് സ്വീകരിക്കൂല. എത്ര ഇഖ്ലാസ് നിങ്ങൾ ചെയ്തിട്ടും കാര്യമല്ല. എന്നിട്ടോ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യല്ലേ? നല്ല മദ്ഹ. എന്താ മദ്ഹ്? അള്ളാഹിന്റെ റസൂലിന്റെ നൂറാണ് ലോകത്ത് ആദ്യം പടച്ചത്. ആ നൂറിൽ നിന്നാണ് സർവ്വ ചരാചരങ്ങൾ ഉണ്ടായത്. പച്ച നുണ. താരിഖുർ റസൂൽ സമസ്തക്കാരൻ മദ്രസ പഠിപ്പിക്കുക അള്ളാഹിന്റെ റസൂലിന്റെ നൂറാണ്ടേക്ക് വല്ല തെളിവുണ്ടോ? എന്നിട്ട് ഈ അലവി തന്നെ പറയാണ് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ ഹദീസ് ഉണ്ട് എന്ന് ഇവര് പ്രസംഗിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാ ഹദീസ്? അപ്പൊ പേരോട് പറഞ്ഞ് അത് കസ്തല്ലാനി മവാഹിബുൽ ലദുനിയിൽ പറഞ്ഞിട്ടുണ്ട്. കസ്തല്ലാനി കണ്ട മുസന്നഫ് നിങ്ങളും കൊണ്ടെന്നാ ഞാൻ തൊട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ മാതിരിയായി. ഹദീസ് ഉണ്ട് നിങ്ങളല്ലേ പറഞ്ഞേ? നിങ്ങളല്ലേ കൊണ്ടുവരുന്നേ മുസന്നഫ്? ഞാൻ കൊണ്ടുവന്ന മൂപ്പര് തൊട്ട് കാണിച്ചു. എടോ അൽ ബയ്യനത്തു അൽ മുദ്ദഈ, വാദം ഉന്നയിച്ചവല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്? ഇല്ല എന്ന് പറയല്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞെന്ത് കേട്ടോ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? അവസാനം പറഞ്ഞിതാ മുസന്നഫിന്റെ കളഞ്ഞു പോയ കോപ്പി കിട്ടിയിട്ടുണ്ട്, ഇതാ മർക്കസിലുണ്ട്. ആരാ പറയുന്നത്? അലബി. ഞാൻ പറഞ്ഞ എല്ലായിടത്തും മേശിക്ക് വെച്ചളാ, ആർക്കും കാണിച്ചു കൊടുക്കണ്ട. ഇതെന്ത് ഹദീസ് കിതാബ് പറഞ്ഞെങ്ങനെ സ്വർണം കുഴിച്ചെടുക്കണ സാധന? നഷ്ടപ്പെട്ടു പോയ മുസന്നഫിന്റെ കോപ്പി ഇവരുണ്ടാക്കാൻ വരുന്നേ. യശ്രീന ലൈലത്തം തന്നെ യശ്രീന റക്കായത്തെന്നാക്കിയ കൂട്ടരല്ലേ നിങ്ങള്? തറാവി 20 സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എത്ര കൈക്രിയകൾ നിങ്ങൾ ഹദീസിന്റെ കിതാബിലും നടത്തിയിട്ടുണ്ട്. 10 കിതാബിലും കൈക്രിയ നടത്തിയില്ലേ? നെഞ്ചു കൊള്ളയെ താഴ്ത്തണം. പുതിയ 10 കിതാബിലോ ഇലാ തഹത്തി സദ്രി, തഹത്തി കൂട്ടിയില്ല. അങ്ങനെ കിതാബിൽ കൈക്രിയ നടത്തുന്നു, ഹദീസിൽ കൈക്രിയ നടത്തുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നബിയെ സ്നേഹിക്കണില്ല എന്നാ. എടോ അള്ളാന്റെ റസൂലിന്റെ സഹാബികൾക്ക് സ്നേഹമില്ല നിങ്ങൾ പറയോ? താബികൾക്കും താബികൾക്കും സ്നേഹമില്ല എന്ന് പറയോ? അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ സ്നേഹിക്കലാണ്, അവിടുന്ന് ജീവിച്ചതുപോലെ ജീവിക്കലാണ്, അവിടുത്തെ വിമർശിച്ചവർക്ക് മറുപടി കൊടുക്കലാണ്. അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മൗലിദി എന്നാൽ മദഹല്ലേ? ഗദ്യമയോ ബുദ്ധിമയോ ഗദ്യമതി സമ്മിശ്രമയോ മഹാന്മാരുടെ മദഹുകൾ പറയുക. അത് അറബിയിൽ പറഞ്ഞാൽ മൗലിദ്, മലയാളത്തിൽ പറഞ്ഞാൽ മാല. ഒക്കെ ഓലന്നെ ഉണ്ടാക്കുക, ഓലന്നെ നിർവചനവും. ഗതിമയോ ബുദ്ധിമയോ ഗദ്യമതി മഹാന്മാരെ മദഹുകൾ പറയൽ 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാകുന്നു. അതല്ലെങ്കിൽ പറഞ്ഞത് അത് ബിദ്അത്തല്ലേ? എങ്ങനെ പറഞ്ഞിട്ടെന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇങ്ങനെ ഒന്നുണ്ടോ? റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പച്ചയായ വരികളല്ലേ അതിലുള്ളത്. ഇനിയിപ്പോ തുടങ്ങും ഓരോ കമാൻഡർമാരെ വരി ബിസിലൊക്കെ ഉണ്ട് തിറങ്ങും മുസ്ലിയാക്കന്മാര്. എവിടുന്ന് കിട്ടിയത് അതൊക്കെ? എന്നിട്ട് മിലാദ് മീറ്റ്, മിലാദ് ഈറ്റ്, മിലാദ് ക്യാമ്പയിൻ, റോഡ് മൗലിദ് പുതിയ ഉണ്ടായതാ. മൗലിദ് വിളംബര ജാഥ, മൗലിദ് ഘോഷയാത്ര. ഘോഷയാത്രയിൽ ഉണ്ണി മുഹമ്മദിനെ എഴുന്നള്ളിച്ചില്ല നിങ്ങള്? മണ്ണാർക്കാടിനടുത്ത ചെങ്ങലീരിയില് ഒരു അലങ്കരിച്ച കുതിരവണ്ടിയിൽ ഒരു മുഹമ്മദ് മുസ്തഫാനെ കയറ്റി നിർത്തി. പേരൊക്കെ നോക്കിയിട്ടാ. കറുത്ത മുഹമ്മദ് മുസ്തഫ അവനെ കൂട്ടില്ല, വെളുത്ത മുഹമ്മദ് മുസ്തഫാനെ. എന്നിട്ട് മീലാദ് ഘോഷയാത്രയിൽ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. എന്റെ നേരെ ഇപ്പൊ അങ്ങനെ സലൂട്ട് ഞാൻ തന്നെയാണ് നടന്നതല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. അപ്പോ അവിടെ മുജാഹിദ് പള്ളി പണി നടക്കണ കാലം കുറെ വർഷങ്ങൾക്ക് മുമ്പാ. അപ്പൊ ബാബു എന്ന് പറഞ്ഞ മുസ്ലിം കോൺട്രാക്ടർ പള്ളി ഇത് നിങ്ങളെ ബാല മുഹമ്മദ് ആണോ? ഉണ്ണി മുഹമ്മദ്
അപ്പൊ ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ ഉണ്ണികൃഷ്ണനെ കണ്ട, പള്ളിപ്പെരുന്നാൾ ഘോഷയാത്രയിൽ ഉണ്ണി യേശുവിനെ കണ്ട, ക്രിസ്മസ് ഘോഷയാത്രയിലൊക്കെ ഉണ്ണി യേശുവിനെ കണ്ട, അപ്പൊ അത് ഉണ്ണി മുഹമ്മദാണോ നിങ്ങളെ ബാല മുഹമ്മദാണോ എന്ന് ചോദിച്ച ബാബുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രത്തോളം നിങ്ങൾ അതപ്പതിച്ചു. നിങ്ങളെ മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങള് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ജൂത ക്രിസ്ത്യാനികളെയാണോ ഞങ്ങളെ മുമ്പുള്ള ഉദ്ദേശിച്ചു, അല്ലാതെ മറ്റാരെയാണെന്നാണ് റസൂൽ തിരിച്ചു ചോദിച്ചത്. ലാ തുത്രൂനീക മാത്രത്തിന്റെ സാറായിസബിന് മറിയം, ഏസബിന് മറിയമിനെ ക്രിസ്ത്യാനികൾ അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങളെല്ലാം അമിതമായി പ്രശംസിക്കല്ല കേട്ടോ. ഇന്നമാന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. എന്നെ നിങ്ങൾ റബ്ബാക്കരുത്. പക്ഷെ അതാ മീമറ്റെ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും ഐനാറ്റ് അറബി ഞാനെന്നോവർ. അഹമ്മദ് എന്ന് എഴുതിയിട്ട് മീമ് മായ്ച്ചാൽ അഹദായി, അറബ് എന്ന് എഴുതിയിട്ട് ഐന് മായ്ച്ചാൽ റബ്ബായി. ഞാൻ അഹദാണ്, ഞാൻ റബ്ബാണെന്ന് റസൂല് പറഞ്ഞു വന്ന് മഹമൂദ് മാലക്കാരനതാ പച്ചനുണ എഴുതി വിട്ടിരിക്കുന്നു. അള്ളാന്റെ റസൂൽ അങ്ങനെ പറയോ? അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. നബിയേ, ബശീറുൻ നദീറുമായ നബിയേ, നിങ്ങളുടെ ഈ പാവപ്പെട്ട അടിമ നിങ്ങളുടെ അങ്ങേയറ്റത്തെ കനിവും കൃപയും ആഗ്രഹിക്കുന്നു. നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഫഅഗീസ്നി വഅജിർനി യാ മുജീറു മിനസ്സഈരി. അതുകൊണ്ട് നബിയെ, നിങ്ങൾ എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, നരകത്തുനിന്ന് രക്ഷിക്കുന്ന നബിയെ. യാ ഗിയാതി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി, എന്റെ സഹായമേ, പ്രയാസപ്പെടുന്ന കാര്യങ്ങളിൽ എന്റെ അഭയ കേന്ദ്രമേ. അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കലാണിത്. ഇത് ശിർക്കാണ്, കൊടിയ ശിർക്ക്. അപ്പൊ മൗലിദ് എന്റെ ഹുക്കം എന്താ? അത് ബിദ്അത്ത്. അതിൽ ചൊല്ലുന്ന ഈ മത്തിലോ അതിൽ ശിർക്കുണ്ട്. അപ്പൊ ശിർക്കും ബിദ്അത്തും കലർന്ന ആഘോഷം, അതിനാണ് നിങ്ങൾ ഒടുങ്ങി നിൽക്കുന്നത്. കൊടി തോരണങ്ങൾ കെട്ടി വീടുകളിൽ അലങ്കരിച്ച് പള്ളിക്ക് പെയിന്റ് അടിച്ച് അല്ലെ. എന്നിട്ട് പറഞ്ഞെന്താ? എല്ലാ നേതാക്കന്മാരുടെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ നേതാവായ നബിയുടെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? അതാപ്പ തെളിവ്. ശ്രീകൃഷ്ണ ജയന്തി, ഗുരു നാനാക്ക് ജയന്തി, നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, അപ്പൊ പിന്നെ മുഹമ്മദ് നബി ജയന്തിയും വേണ്ടേ? നബി ജയന്തി ഒന്നും ഞങ്ങൾ പറയില്ല മോലി, നിങ്ങൾ ഉണ്ടാക്കല്ലേ. എന്നാല് കണ്ണിയത്ത് വായക്കാട് എன்ற മങ്കൂസ് മോഡിന്റെ പരിഭാഷ ഇറക്കിയിരുന്നേ. സാക്ഷാൽ കണ്ണിയത്തല വേരുമ്പോ പൊട്ടി ഏതോ ഒരുത്തനാ. എന്നിട്ട് നബി ജയന്തി സ്മരണകളുടെ സമാഹാരം എന്നാ അതിന്റെ പേര്. ആ പുസ്തകത്തിൽ എത്രയോ സ്ഥലത്ത് നബി ജയന്തി നബി ജയന്തി എന്നാ. അപ്പൊ ഇനി നബി സമാധികൾ ഉണ്ടാക്കിക്കോളി. ഒക്കെ ഒപ്പിക്കണ്ടേ നമുക്ക്? വല്ല ഓൾക്ക് ഒപ്പിക്കല്ലേ? അതാണ് ഞാൻ ആദ്യം മോദി വെച്ചത്. സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായ ശേഷം റസൂലിൻ ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ മാത്രമല്ല മുഅ്മിനീകളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ മാർഗം. അതല്ലാത്ത മാർഗം സ്വീകരിച്ചാൽ പോണ വൈക്കണ് വിടും, അവസാനം നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ പറഞ്ഞിരുന്നു, ഞങ്ങളാണ് ദീനിനെ നവീകരിച്ചതെന്നും ഞങ്ങളാണ് ദീനിന് പുത്തനുണ്ടാക്കുന്നതെന്നും പറഞ്ഞിട്ട് നിങ്ങളിപ്പോ എവിടെ എത്തി? നവീകരിച്ച് മൗലീദ്, മാല, ബുർദ. ഇപ്പൊ ബുർദ ആസ്വാദന സദസ്സുകളാ. പണ്ടൊക്കെ പേറ്റ് നോവെടുത്ത പെണ്ണിന്റെ അടുത്താ ബുർദ അല്ലിന്ന്. അങ്ങനെ ചൊല്ലിക്കോളൂ ഉസ്താദേ. കാരണം എന്താ? പെണ്ണ് വെച്ചിട്ടില്ല. പെണ്ണുങ്ങ് വെറ്റാലോ? വൈക്കം മുഹമ്മദ് ബഷീർ ഫറൂഖ് സമ്മേളന സോഹനി നൽകി പെണ്ണ് വെറ്റുവെന്ന് കേട്ടാൽ തള്ള പുറത്തേക്ക് വരും. പ്രാഞ്ച് എന്ന വല്യമ്മ നിർത്തി ഉസ്താദേ. എന്താ? ഇനി ചൊല്ലിയ ഗർഭപാത്രം അടക്കം പോരും. അത്ര പവറാണ്. ഇപ്പോഴോ ഇപ്പൊ ബുർദ ആസ്വാദന സദസ്സുകളാണ്. എങ്ങനെ ആസ്വാദനം? താളമേളങ്ങളോട് കൂടി, വീണ, തമ്പുരു, തബല എന്നിവയുടെ അകമ്പടിയോട് കൂടി. ബുർദാസംഘം തളിപ്പറമ്പ്. എന്നിട്ട് ഇങ്ങനെ ചൊല്ലി ശിർക്കും ഹറാമും എന്തെല്ലാം അതിലുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. മൂപ്പര് പറയുന്നുണ്ട്, പ്രവാചകനെ സംബന്ധിച്ച് നസാറാക്കൾ പറഞ്ഞ ദൈവപുത്രൻ എന്ന് പറയണ്ട, അതല്ലാത്ത എന്തും പറഞ്ഞോ. എന്നിട്ടോ അള്ളാഹിന്റെ റസൂലിനെ പുകഴ്ത്തി എവിടെ എത്തിച്ച്? അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെക്കാളും അപ്പുറത്താക്കി അവതരിപ്പിച്ചു. അതല്ലേ നിങ്ങൾ എവിടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? എത്രയെത്ര റാത്തീബുകള്, എത്രയൊക്കെ ഇപ്പൊ പരിഷ്കരിച്ചു. പണ്ടത്തിനൊന്നും പാളെ കിട്ടുന്നില്ല. അപ്പോ ജനങ്ങളെ, നിങ്ങളിങ്ങനെ ചോളിക്കെ പീച്ചക്കായൊക്കെ ചൊല്ലി നടക്കല്ലേ? അതൊന്നും വേണ്ട. ഞങ്ങൾ ആ ചോളിക്കെ പീച്ചക്കാന്റെ സ്റ്റൈലാക്കി തരാം മൗലിദ്. ഇവിടെ പ്രസംഗിച്ച സഖാബി റഷീദ് സഖാബി പറഞ്ഞതാ.
ക്ലിപ്പിയകളയിലുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാ ഞങ്ങൾ ബലമാതിരി 10:45 പോയിണ്ടാവില്ല, ഞങ്ങൾ 10 മണിക്ക് നിർത്തും. മറുപടി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മളത് കാണിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, റഷീദ് സഖാഫി അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, ചോളിക്കെ പീച്ചയ്ക്ക എന്നൊക്കെ ചൊല്ലി നടന്നിരുന്നത് അതൊക്കെ നിർത്തിയിട്ട് അതേ സ്റ്റൈലിൽ മൗലിദ് ചൊല്ല, അതേ സ്റ്റൈലിൽ ബുർദ ചൊല്ല. മാത്രല്ല ദിക്റും സലാത്തൊക്കെ ഇപ്പൊ നവീകരിച്ച് എവിടെ എത്തി നിങ്ങള്? ഷാദുലി റാത്തീബ് നിങ്ങളെ കോഴിക്കോട് ജില്ലയിൽ നടന്നാണ്. എന്ത് ബസാറാ? പറമ്പിൽ ബസാറിൽ നടന്ന് ഒരു ആടി ദിക്റ് ഷാദുലി റാത്തീബാണ്. മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ ഷാദുലി റാത്തീബ് സംഘം ഒരല്പനേരങ്ങളൊന്ന് കണ്ടോളി, ദിക്ർ നവീകരിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തി? നവീകരിച്ച ദിക്റ, ഞാൻ നവീകരിച്ച മൗലിദ് ഉണ്ട്, നവീകരിച്ച മാലുണ്ട്, എല്ലാം നവീകരിക്കാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങളെ പറ്റി പറഞ്ഞെന്താ? ഞങ്ങൾ ദീനിനെ നവീകരിക്കാണ്. ഞങ്ങളല്ല നവീകരിക്കുന്നത്. ഇത് പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, അല്ലെങ്കിൽ വിദേഹത്ത, പിന്നെ ആയിക്കൂടി നവീകരണം കൂടി. വിദേഹത്തന്നെ നവീകരിക്കല, ദീനിനെ നവീകരിക്കല. ഞങ്ങൾ ദീനിലൊന്നും പുതിയത് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ദീനിന്റെ പ്രമാണങ്ങളിലേക്ക് മടങ്ങണമെന്ന് ജനങ്ങൾ വിളിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബത്തും മാതൃക കാണിച്ച ദീൻ, 1400 കൊല്ലം മുമ്പുള്ള ദീൻ, ഒരു കലർപ്പുമില്ലാത്ത ദീൻ, ആ ദീനിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജീവിച്ച കാലത്തെ ഇസ്ലാം അത് ഈ നാട്ടിൽ പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. എന്തിനു വേണ്ടി? ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല. പരലോകത്ത് രക്ഷ കിട്ടണമോ? സഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കണം. ലാ യസ്ലു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിൽ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ ഈ സമുദായത്തിലെ അവസാന കാലക്കാരും നന്നാവുകയുള്ളൂ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്രുതമായ വചനം, അത് നിങ്ങൾ ഓർക്കണം. അതാണ് ഇസ്ലാഹി പ്രസ്താവനം നെഞ്ചേറ്റിയിട്ടുള്ളത്. ഈ സമുദായം യഥാർത്ഥ ദീനിന് പിഴച്ചു പോകുമെന്നും ഈ സമുദായത്തെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്നും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രപരമായ ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ നാട്ടിൽ ആരോടും ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല. യഥാർത്ഥ ദീൻ, ഖുർആനും സുന്നത്തും വരച്ചു കാണിക്കുന്ന, സ്വഹാബത്ത് ജീവിച്ചു കാണിച്ച ദീൻ, ആ ദീൻ ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുതിയതൊന്നും പറയാനില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരു പുസ്തകങ്ങൾ വായിക്കണ്ട. നിങ്ങൾ അറബി ഭാഷ ശരിക്കും പഠിച്ചിട്ട് റസൂലും സഹാബത്തും മനസ്സിലാക്കിയ ദീൻ, പൂർവ്വകാല മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ ആ ദീൻ നിങ്ങൾ അങ്ങോട്ട് ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാതെ നിങ്ങൾ നിഷ്പക്ഷമായി പഠിച്ച് വിലയിരുത്തിയാൽ
ഞങ്ങൾ ഉറപ്പു തരുന്നു നിങ്ങൾ തിരിച്ചു വരുമ്പോൾ സലഫി ആയിട്ടുണ്ടാകും. അത്ര ഗ്യാരണ്ടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവചിച്ചിട്ടുള്ള പ്രവർത്തനം ഈ ദീനിനെ ആളുകൾ വികലമാക്കുമ്പോൾ തന്നെ യഥാർത്ഥ ദീനിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനം, അതാണ് ഇസ്ലാഹി പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും നാളെ പരലോകത്ത് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ പ്രവർത്തന രംഗത്തുള്ളത്. ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുക. നാട്ടിലുള്ള ദീനും ഏട്ടിലുള്ള ദീനും തമ്മിലുള്ള അന്തരം നിങ്ങൾ തിരിച്ചറിയണം. യഥാർത്ഥ ദീൻ അത് പ്രമാണങ്ങളിലുള്ളതാണ്. നാട്ടു നടപ്പുകൾക്കോ മാമൂലുകൾക്കോ ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യമാണ് ഈ ചാലിയത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ എന്താണെന്ന് നിങ്ങൾ അടുത്തറിയണമെന്നും നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സമയം കുറഞ്ഞതുകൊണ്ട് ചില വിഷയങ്ങൾക്കൊന്നും വേണ്ടത്ര പോലെ മറുപടിയും വിശദീകരണവും നൽകാൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്കിവിടെ പ്രസംഗിക്കാം, വിഷയങ്ങൾ വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യം സത്യമായി തിരിച്ചറിയുവാനും അത് ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.